നമുക്ക് വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനെ ഓർത്ത് സ്തുതിക്കുന്നു. അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വീണ് വണങ്ങുന്നു കർത്താവേ. അവിടുത്തെ സൃഷ്ടവായ ദൈവമായിട്ട് കണ്ടറിയുവാൻ അവിടുന്ന് കർത്താവെ ഞങ്ങൾക്ക് തന്ന ഭാഗ്യപദവിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ കണ്ണുകളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ജ്ഞാനികളെയും വിവേകികളെയും എല്ലാം മറച്ച് കർത്താവെ അവിടുന്ന് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്തു. ഞങ്ങളെ തന്നെ ഒരു ശിശുവിനെ പോലെ കർത്താവെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും അങ്ങ് മാത്രമാണ് സത്യദൈവമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങേ മാത്രം ദൈവമെന്ന് അറിയുവാൻ കർത്താവെ, അവിടുത്തെ ആ സ്നേഹത്താൽ നിറയപ്പെടുവാൻ കർത്താവെ, അവിടുത്തെ ആ സമാധാനം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം കർത്താവെ ഞങ്ങൾ അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് തന്നെ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ കത്തിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് തന്നെ കർത്താവെ ഞങ്ങളോട് എന്താണോ അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ കർത്താവെ, ഞങ്ങൾ കർത്താവെ പല പല സാഹചര്യങ്ങളിൽ പല ആത്മീയ അവസ്ഥകളിലായിരിക്കുന്നുവല്ലോ. എന്നാൽ കർത്താവെ അവിടുന്ന് അനന്യനായ ദൈവമായതുകൊണ്ട് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടുന്നത് കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ മുതൽ മുതിർന്നവർ വരെ എല്ലാവരെയും കർത്താവെ അവിടുന്ന് ചേർത്ത് നിർത്തി കർത്താവെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുമാറ് അവിടുത്തെ വചനം കർത്താവെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കർത്താവെ അതിൽ നിന്ന് പല പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും കർത്താവെ ആ വചനത്തിൽ അങ്ങേ തന്നെ കാണുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തണം. എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. നമ്മൾ യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8-ാമത്തെ 9-ാമത്തെ വാക്യം വരെയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. ഞാൻ അതിന്റെ യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ അതിന്റെ 8-ാമത്തെ വാക്യം വരെ ഒരു 7-ാമത്തെ വാക്യം വരെയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. അതിന്റെ സാഹചര്യമൊക്കെ നമ്മൾ അറിയാം. നമ്മള് കർത്താവ് ഈ ഭൂമിയിൽ യേശു കർത്താവ് ഈ ഭൂമിയില് കർത്താവ് 33 വർഷക്കാലമാണ് കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചത്. കർത്താവ് സർവ്വതയെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ വചനം ദൈവം തന്നെ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചതാണ് യേശു കർത്താവ്. അത് ചരിത്ര സത്യമാണ്. ഇന്ന് ഡേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 2024 ഒക്ടോബർ മാസം 31-ാം തീയതി എന്ന് പറയുമ്പോൾ 2024 എന്ന് പറയുമ്പോൾ 2024 എന്ന് പറയുന്നത് AD 2024 അന്നാ ഡൊമിനി എന്ന് പറഞ്ഞാൽ ഇയർ ഓഫ് ദ ലോർഡ്. യേശു കർത്താവ് വന്നിട്ട് യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചിട്ട് 2024 വർഷമായി നമ്മൾ പറയുന്നത്. BC 4 കർത്താവ് BC 4 ബിഫോർ ക്രൈസ്റ്റ് AD BC AD ആയിട്ട് ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചിട്ടുള്ള നസ്രയത്തിലെ തച്ചൻ എന്ന് ആണ് കർത്താവിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്. എന്നുവെച്ചാൽ വേറെ ഈ AD BC ഒന്നും സഹിക്കാൻ വല്ലാതെ ആൾക്കാർ ഇപ്പം ചരിത്രകാരന്മാര് ഈ അക്രൈസ്തവരായ ചിലര് ABC അങ്ങനെന്തോ ആക്കിയിട്ടുണ്ടെന്ന് കേട്ട് തോന്നുന്നു. അവർക്ക് ഈ AD BC നമ്മൾ പറയുന്നത് അങ്ങനെ സഹിക്കാൻ പറ്റാനായിട്ട് അത് കഴിഞ്ഞിട്ട് അത് എന്തോ കുറച്ചൊന്ന് മാറ്റി ചില അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരെ, അക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാമധേയ ക്രിസ്ത്യാനികൾ തന്നെ ആയിരിക്കും അവിടെ വെസ്റ്റിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതായിട്ട്. അപ്പൊ അവരുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിലൊക്കെ AD BC എന്ന് പറയുമ്പോൾ ഇവര് ബിഫോർ ക്രൈസ്റ്റ് അന്നാ ഡൊമിനി എന്ന് പറയുന്നത് മാറ്റാൻ വേണ്ടി എന്തോ ഞാനത് എക്സാക്ട്ലി ABC അങ്ങനെ എന്തോ ഒരു രീതിയിൽ എക്സാക്ട്ലി അത് ഞാൻ നോക്കണം. അത് എന്താ അങ്ങനെയുള്ള രീതിയിൽ എന്തോ അവരത് അബ്രിവേഷൻ എത്ര മാറ്റി എന്ന് പറഞ്ഞാല് ഈ 2024 എന്നുള്ളത് മാറ്റാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എല്ലാ കമ്പ്യൂട്ടേഴ്സിലും എല്ലാ സിസ്റ്റത്തിലും എല്ലാം ഇത് ഇങ്ങനെ ഇൻഗ്രീഡിയന്റ് ആയത് ദൈവത്തിന്റെ വലിയൊരു ജ്ഞാനമാണ്. അപ്പൊ ഏതൊരു മനുഷ്യനും അവന് സത്യത്തെ അന്വേഷിക്കുന്നവനാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പേരിൽ ഒത്തിരി ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും ഒരുപാട് കഥകളും മനുഷ്യർ എഴുതി ചേർത്തിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമ്മള് ബൈബിള് മാത്രമാണോ സത്യം എന്നുള്ള ഒരു കാര്യമൊക്കെ പലരും ചോദിക്കുമ്പോൾ ബൈബിളിന്റെ ആ സത്യം അനുഭവിച്ചിട്ടുള്ള നമുക്കറിയാം. കർത്താവ് വരുന്ന സമാധാനവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന രൂപാന്തരവും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ബൈബിൾ മാത്രമാണ് സത്യം എന്നുള്ളൊരു കാര്യം ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലിന് അതൊരു ആരും പറഞ്ഞ് മനസ്സിലാക്കാതെ തന്നെ അവനത് പരിശുദ്ധാത്മാവിനെ ബോധ്യപ്പെടുത്തും. എന്നാൽ നമ്മള് ഒബ്ജക്റ്റീവായിട്ട് ഇപ്പം അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നോക്കുമ്പം ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങൾ ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയാണെന്നുള്ളൊരു കാര്യം നിസ്തർക്കമായിട്ട് ഏതൊരു വായിച്ചാൽ മനസ്സിലാക്കുന്ന മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നത് ബത്ലഹേമിലാണെന്നുള്ളൊരു കാര്യം കർത്താവ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മീഖാ പ്രവചനത്തില് 5-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില്
ബെത്ലഹേമിൽ ഇവൻ ജനിക്കേണ്ട മെസ്സിഹ ബെത്ലഹേമിൽ ജനിക്കും എന്നുള്ളൊരു കാര്യം അവിടെ കർത്താവ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടെ പ്രവചനം ഉണ്ടായിരുന്നു. കർത്താവ് എങ്ങനെയൊക്കെ ക്രൂസിലെ ആ മരണം എത്രമാത്രം അസഹനീയമായ വലിയൊരു മരണമായിരിക്കും, കർത്താവിന്റെ ആ ഒരു പീഡാനുഭവങ്ങളെ കുറിച്ചൊക്കെ യെശയ്യാവ് 52 അധ്യായത്തിന് അവസാനവും 53 അധ്യായത്തിലും ഒക്കെ കർത്താവ് ഈ ഭൂമിയിൽ അവതരിക്കുന്നതിനും 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യെശയ്യാവ് പ്രവചനാത്മാവില് ആ സഫറിംഗ് സെർവന്റ്, ആ ഒരു കഷ്ടം അനുഭവിക്കുന്ന ദാസനെ കണ്ടുകൊണ്ട്, മിശിഹയെ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നൂറുകണക്കിന് പ്രവചനങ്ങള് യേശു കർത്താവിനെ കുറിച്ച്, യേശുവിന്റെ ജനനത്തെക്കുറിച്ചും യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും യേശുവിന്റെ മരണത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് പ്രവചനങ്ങളുടെ നിവൃത്തി, അതായത് കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വർഷങ്ങളോളം മുമ്പ് തന്നെ പഴയ നിയമം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു തെളിവെന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരായിട്ടുള്ള ആൾക്കാര് അവരുടെ പുസ്തകമായിട്ട് ഇന്ന് കരുതുന്നത് പഴയ നിയമമാണ്. അവർക്ക് യഹൂദന്മാർക്ക് ഇന്നും അവര് പഴയ നിയമമാണ്, അവര് പുതിയ നിയമത്തെ അംഗീകരിക്കാത്തവർ, അവർക്ക് ഇന്നും പഴയ നിയമം. അപ്പൊ അവര് ചരിത്രകാരന്മാര്, ഏതും സെക്യുലർ ഹിസ്റ്റോറിയൻസ്, അതായത് ക്രിസ്തീയതയൊന്നും വിശ്വസിക്കാത്ത അക്രൈസ്തവരായിട്ടുള്ള ചരിത്രകാരന്മാര് തന്നെ അംഗീകരിക്കുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളെല്ലാം ബൈബിളിൽ അത് എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതായിട്ടും അങ്ങനെ ചരിത്രപരമായിട്ട് തന്നെ ഉള്ള ഒരു വലിയൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതേ ബൈബിളിൽ തന്നെയാണ് ഇത്രയും പ്രവചനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അതേ ബൈബിളിൽ തന്നെയാണ് ഇസ്രയേലിന്റെ കാര്യവും ഇസ്രയേലിന്റെ പുനർരൂപീകരണത്തിന്റെ കാര്യവും ഒക്കെ. ഇസ്രയേല് ദേശമെങ്ങും ലോകത്തെമ്പാടും ചിതറി പോകുമെന്നൊക്കെയുള്ള പ്രവചനം AD 70 റോമൻ ഗവർണർ, റോമൻ ജനറൽ ടൈറ്റസിന്റെ കീഴിൽ ഉള്ള റോമൻ പട്ടാളം അന്ന് ഇസ്രയേലിനെതിരെ വന്ന് ഇസ്രയേലിയരെ എല്ലാം ലോകത്തെമ്പാടും ചിതറിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുക. അങ്ങനെ ലോകത്തെമ്പാടും എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലും കൊച്ചിയിലും കൊടുങ്ങല്ലൂരും ഒക്കെ ഒരുപാട് യഹൂദന്മാർ വന്ന് താമസിക്കുകയും പിന്നെ 1949 ആയപ്പോഴാണ് ദൈവം അവരെല്ലാം ഒരു കുടക്കീഴിൽ ചേർത്ത് അവരെ വീണ്ടും തിരിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് വന്നൊരു രാഷ്ട്രമായിട്ട് രൂപീകൃതമാവുകയും അതിനു മുമ്പ് പലപ്പോഴായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊന്നും പറ്റിയില്ല. എന്നാൽ ദൈവത്തിന്റെ ആ ഒരു അവസാന കാലത്ത് ദൈവം ആ ഇസ്രായേൽ മക്കളെ എല്ലാം പല ദേശങ്ങളിൽ നിന്ന് കൂട്ടി വരുത്തും എന്നുള്ള ആ പ്രവചനങ്ങളുടെ ഒക്കെ നിവൃത്തിയാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരണം കൊണ്ട്. നമ്മൾ മാപ്പ് നോക്കുവാണെങ്കിൽ ഒരു ഇട്ടാവട്ടത്തിലാണ് ഇസ്രായേലുള്ള, അതിന്റെ ചുറ്റുമുള്ള മൊത്തം അറബി രാജ്യങ്ങളാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ ഇവിടെ ഈ കൊച്ചു രാജ്യം വന്ന് ഒരു രാഷ്ട്രം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഇബ്രാഹിമിന്റെ സന്തതികൾക്ക് ആ വാഗ്ദത്ത ദേശം കൊടുക്കാനായിട്ട് ദൈവം അവർക്ക് അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനമൊക്കെ കൊടുത്ത് ഇന്നും അവിടെ ഇസ്രായേൽ രാഷ്ട്രമായിട്ട് ഒരു രാഷ്ട്രം ഇന്ന് ഇസ്രായേലിന് ഭൂപടത്തിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് യഹോവയായ ദൈവം ഉണ്ട്. ദൈവം തന്നെ മനുഷ്യാണ്ടി ഭൂമിയിൽ വന്നതാണ് യേശു കർത്താവ് എന്നുള്ളതിന്റെ നിസ്തർക്കമായിട്ടുള്ള ഒരു തെളിവാണ് ഇസ്രായേൽ എന്നുള്ള അതൊരു അത് നമ്മളുടെ കാലത്തിന്റെ ഒരു ക്ലോക്കായിട്ട് ഇസ്രായേലിനെ, ഘടികാരമായിട്ട് ഇസ്രായേലിനെ പലരും ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ആ ഇസ്രായേലിനെ നോക്കി അവസാന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിന് നിഴല്, അതിന്റെ ചില പ്രതിധ്വനികളൊക്കെ നമ്മൾ ഇന്നും ഇസ്രായേലിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പത്രം എടുത്ത് വായിക്കുമ്പോൾ ഇസ്രായേൽ ഇറാന്റെ യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുമ്പോഴും, പിന്നീട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ചൊക്കെ നമ്മൾ യേശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ കണ്ടത്, ബാബിലോണിൽ ആൾപ്പാർക്കുണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞുള്ള ദൈവത്തിന്റെ ആ യേശയ്യാവിന്റെ സമയത്ത് പറഞ്ഞിരുന്ന ന്യായവിധി പോലെ തന്നെ ഇന്നും ഇറാഖിലുള്ള ആ ഒരു ബാബിലോൺ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത്, ബാഗ്ദാദ് എന്ന് പറഞ്ഞ ഇറാഖിന്റെ ക്യാപിറ്റൽ ആ ബാഗ്ദാദിന് 50 മൈൽ തെക്കായിട്ടാണ് ബാബിലോൺ ഉള്ളത്. ബാബിലോൺ എന്ന് പറഞ്ഞ ഒരു പണ്ടത്തെ നഗരം ഇന്ന് ഒരു നരകതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആ ബാബിലോൺ എന്ന് പറഞ്ഞ പ്രദേശം ഇന്നും ഊഷരമായിട്ട്, അത് 50 മൈൽ തെക്കായിട്ട്, ബാഗ്ദാദിന് 50 മൈൽ തെക്കായിട്ട് ബാബിലോൺ എന്ന് പറഞ്ഞ ആ സ്ഥലം ഇന്ന് ദൈവത്തിന്റെ പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നല്ല ഇത് മനുഷ്യനായിട്ട് എഴുതി ഉണ്ടാക്കിയ ഒരു പുസ്തകമല്ല, ഇത് ദൈവം എഴുതിയ പുസ്തകമാണ്. ദൈവം എഴുതി ഉണ്ടാക്കിയ ഏക പുസ്തകം ഇവിടെ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ബൈബിള് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് നിസ്തർക്കമായിട്ട് പറയാം. അതുകൊണ്ടാണ് ഈ ബൈബിളിന് മാത്രമേ മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവുള്ളൂ. കൊലയാളികളെ മാനസാന്തരപ്പെടുത്തുവാനും മദ്യപാനികളെ വിടുവിക്കാനും, എത്ര പാപത്തിൽ കഴിയുന്ന ആൾക്കാരെ എല്ലാം വിടുവിച്ച് അവരെ വലിയ വിശുദ്ധന്മാരാക്കുന്നതിനും അവരെ വലിയ സൽഗുണപൂർണരാക്കുന്നതിനും ഒക്കെ പ്രാപ്തമായിട്ടുള്ള ഒരേ ഒരു ദൈവത്തിന്റെ വചനം ഈ ബൈബിളാണ്. അതുകൊണ്ടാണ് നമ്മൾ
ഈ വചനം ദൈവനിശ്വാസ്യമാണെന്നുള്ളൊരു കാര്യം നിസ്തർക്കമായിട്ട് നമ്മൾ പറയുന്നതിന്റെ ഒരു കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ രൂപാന്തരം തന്നെ അത് ഏറ്റവും വലിയ സാക്ഷ്യമാണ്. എന്നാൽ അതിലുപരി അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ചരിത്രപരമായ തെളിവുകളും അതിന്റെ ബൈബിളിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അവിടെ 18-ാം അധ്യായത്തിൽ വായിക്കുന്നത്. കർത്താവ് 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചു. കർത്താവ് ക്രൂസിൽ ആണ് കർത്താവ് മരണം വരിക്കുന്നത്. ആ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേനാൾ രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് കർത്താവ് തന്റെ 12 ശിഷ്യന്മാരുമായിട്ട് അന്ത്യത്താഴ് അവസാനമായിട്ടുള്ളൊരു അത്താഴം കഴിക്കുന്നതും അവരുടെ ശിഷ്യന്മാരുടെ തന്നെ കാല് കഴുകുന്ന കർത്താവിന്റെ താഴ്മയൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ 13-ാം അധ്യായത്തിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം യൂദാസ്, ഒരു ശിഷ്യന്മാരിൽ ഒരുത്തൻ യൂദാസ് കർത്താവിനെ ഒറ്റുകൊടുക്കാനായിട്ട് പോയി. അതിനുശേഷം ആ ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് വളരെ ദീർഘസംഭാഷണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ 13-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം മുതൽ 14, 15, 16 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ചു. 17-ാം അധ്യായത്തിൽ കർത്താവിന്റെ ഒരു വലിയൊരു ദീർഘമായിട്ടുള്ളൊരു പ്രാർത്ഥന കർത്താവ് അവിടെ നമുക്കെല്ലാം പേർക്കും വേണ്ടി കർത്താവിന്റെ ഈ അപ്പോസ്തലന്മാരിലൂടെ വിശ്വാസത്തിലേക്ക് വരുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതും ആ സഭയായിട്ട് നമ്മളെ ഒരു ഒന്നായിരിക്കേണ്ട ദൈവമായിട്ടും നമ്മൾ പരസ്പരം ഒന്നായിരിക്കുന്നതിന് വേണ്ടിയുള്ള കർത്താവിന്റെ ഒരു ഭാരവും കാര്യങ്ങളും ഒക്കെ നമ്മൾ യോഹന്നാൻ 17-ാം അധ്യായത്തിലൊക്കെ കണ്ടു. അതിനുശേഷം കർത്താവ് 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തില് ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. കെദ്രോൻ തോട് അതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മളൊന്ന് പറഞ്ഞായിരുന്നു. കെദ്രോൻ തോട് ഞാൻ കൂടുതലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ ഈ ബ്രൂക്ക് ഓഫ് കെദ്രോൻ, അത് പഴയ നിയമത്തിലും പലയിടങ്ങളിലും ഈ കെദ്രോൻ തോടിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. കെദ്രോൻ തോട് യഥാർത്ഥത്തിൽ യെരുശലേം നഗരവും ഒലിവ് മലയും, യെരുശലേമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മലയാണ് ഒലിവ് മല. ആ ഒലിവ് മലയും യെരുശലേം നഗരവും വേർതിരിക്കുന്ന ഒരു തോടാണ് ഈ കെദ്രോൻ തോട്. ആ കെദ്രോൻ തോട് അത് യെരുശലേം ദേവാലയത്തിൽ നിന്നുള്ള, നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതുപോലെ യെരുശലേം ദേവാലയത്തിൽ നിന്നുള്ള സാക്രിഫൈസസ്, അവിടെ അന്ന് ആ കാലത്തൊക്കെ യെരുശലേം ദേവാലയത്തില് ആടുമാടുകളെയൊക്കെ യാഗം കഴിച്ചിട്ട് അതിന്റെ ബ്ലഡും രക്തവും അതുപോലെ അതിന്റെ വേസ്റ്റുകളായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒഴുക്കുന്ന ഒരു അരുവി മാതിരിയായിരുന്നു ഈ കെദ്രോൻ തോട്. അതിനെക്കുറിച്ചുള്ള പല റെഫറൻസസ് ശമൂവേലിന്റെ പുസ്തകത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിലും പിന്നെ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ടും കാര്യങ്ങളൊന്നും പോകുന്നില്ല. നമ്മൾ ബ്രൂക്ക് ഓഫ് കിദ്രോൺ എന്നൊക്കെ നമ്മള് നോക്കിയാൽ തന്നെ ആ കാര്യങ്ങള് കാണാം. അതൊരു ബൈബിളിന്റെ റെഫറൻസസും കാര്യങ്ങളും ഒക്കെ ഒത്തിരി റെഫറൻസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ കെദ്രോൻ തോടിനോട് ചേർന്നാണ് ഈ ഗെത്സമനെ തോട്ടം. അതായത് ഈ ഗെത്സമനെ തോട്ടം എന്ന് പറയുന്നത് ഈ ഒലിവുമലയുടെ താഴ്വാരത്തുള്ള ഒരു തോട്ടമായിട്ടാണ് നമ്മൾ ഈ ഗെത്സമനെ തോട്ടത്തെ കാണുന്നത്. അവിടെ ഈ കെദ്രോൻ തോട് അത് ഒലിവുമലയിൽ നിന്ന് ഒഴുകി ചാവുകടലിലേക്ക് പോകുന്ന ഒരു തോടായിട്ടാണ് കാണുന്നത്. യഹൂദയൻ മരുഭൂമിയിലൂടെ കടന്നുപോയി അതൊരു ഹിന്നോം താഴ്വരയിലൊക്കെ ജോയിൻ ചെയ്യുന്ന കാര്യവും അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിലൊക്കെ അതിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലൊക്കെ പല ബെറിയൽ ഗ്രൗണ്ട് ആയിട്ടൊക്കെ പല ആൾക്കാരുടെ സെമിത്തേരി മാതിരിയൊക്കെ അവരുടെ ശ്മശാനം മാതിരിയൊക്കെ ഈ സ്ഥലമൊക്കെ യൂസ് ചെയ്തിരുന്നിട്ടുള്ളതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പിന്നെ നമ്മുടെ ദാവീദ് രാജാവ് ദാവീദ് തന്റെ മകനായിട്ടുള്ള അബ്സലോമിൽ നിന്ന് ഓടി പോകുന്നത് ഈ കെദ്രോൻ തോടിൻ വഴി കരഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള രംഗമൊക്കെ ശമൂവേലിന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് 2 ശമൂവേൽ 15-ാം അധ്യായത്തിന് 23-30 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് മനസ്സ് 2 രാജാക്കന്മാരുടെ സമയത്ത് അവിടെ ഒരു അൾത്താര പണിയുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, അങ്ങനെ ചരിത്രപരമായിട്ടുള്ള ഒരു ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ബ്രൂക്ക് ഓഫ് കെദ്രോൺ എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോഴും അതിന്റെ പടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉള്ള ഒരു അത് ഒരുപാട് ഹെവി റെയിൻഫോൾ ഒക്കെ വരുമ്പോഴാണ് നല്ല അരുവിയായിട്ട് മാറി തരുന്നത് അതുപോലുള്ളൊരു സ്ഥലം. അപ്പൊ ആ ബൈബിളിൽ ഓരോ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ അതെല്ലാം ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഐതിഹ്യത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ചില സ്ഥലങ്ങളല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള സ്ഥലങ്ങളാണ്, ഇന്നുമുള്ള സ്ഥലങ്ങളാണെന്നുള്ള കാര്യമൊക്കെ അതൊക്കെ നമ്മളെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അവിടെയുള്ള ഒരു തോട്ടം, കെദ്രോൻ തോട്, ആ തോടിന് അക്കരയ്ക്ക് കെദ്രോൻ തോട് കടന്നു പോകുമ്പോൾ
ദാവീദ് ഈ കെദ്രോൻ എപ്പോഴും എന്താ പറയുന്നേ, അതെപ്പോഴും ഒരു ദുഃഖത്തിന്റെയും ന്യായവിധിയുടെയും ഒക്കെ ഒരു അപമാനത്തിന്റെയും ഒക്കെ ഒരു സ്ഥലമായിട്ട്, ദുഃഖത്തിനൊക്കെ ഒരു സോറോ ആൻഡ് ജഡ്ജ്മെന്റ് അതുപോലൊക്കെ ഒരു സ്ഥലമായിട്ട് കുറിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ കെദ്രോൺ നമ്മൾ ബൈബിളിലുടനീളമൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങൾ കാണുന്നതെന്ന്. അവസാന കാലത്ത് ദൈവം യെരുശലേമിനെ മൊത്തം മനോഹരമാക്കി തീർക്കുമ്പോൾ ഈ ഭൂഭാഗവും കെദ്രോൺ താഴ്വര വരെ എല്ലാം മനോഹരമായി തീരും എന്നൊക്കെ പറയുന്നുള്ള പ്രവചനങ്ങളൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അതായത് യേശു കർത്താവ് ഈ കെദ്രോൻ തോടൊക്കെ കർത്താവ് കടക്കുമ്പോൾ കർത്താവ് ദാവീദ് പുത്രനായിട്ടുള്ള യേശുവിനെ ദാവീദ് പുത്രനാണ് വായിക്കുന്നത്. ദാവീദും വിലപിച്ചുകൊണ്ട് നടന്ന ആ കെദ്രോൻ തോട്ടിൽ ദാവീദ് പുത്രനായ കർത്താവും ആ ഒരു ഗത്സമനെ തോട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവ് അതീവ വ്യഥയിലേക്ക് കർത്താവ് കടക്കാൻ പോകുന്ന ഒരു സംഭവം നമ്മളവിടെ കാണുന്നത്. കർത്താവ് പിതാവിൽ നിന്ന് താൻ ക്രൂസിൽ വേർപെടും എന്നുള്ള ആ ഒരു വലിയ സംഘർഷം കർത്താവിന്റെ ഹൃദയത്തില് കർത്താവ് നമ്മെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. താന് പിതാവുമായിട്ട് എന്നേക്കുമായിട്ടുള്ള വലിയൊരു കൂട്ടായ്മയിലായിരുന്നു. എന്നാൽ ക്രൂസില് മനുഷ്യരാശിയുടെ പാപങ്ങളെല്ലാം, ആ പാപത്തിന് ശിക്ഷയെല്ലാം കർത്താവ് ക്രൂസിൽ ഏറ്റെടുക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ, അവിടെ ക്രൂസിലായിരിക്കുമ്പോൾ മനുഷ്യരാശിയുടെ പാപത്തിന് ശിക്ഷയായിട്ടുള്ള ദൈവത്തിന്റെ ക്രോധം നരകാഗ്നി കർത്താവിന്റെ മേൽ വന്ന് പതിക്കുമ്പോൾ ദൈവപിതാവുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയുടെ ഒരു വേർപെടലൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യവും ആ കാര്യങ്ങളെ കുറിച്ച് ഓർത്തു. പിതാവിനോടുള്ള കൂട്ടായ്മ വേർപെടുന്നത് യേശുവിന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പൊ കർത്താവ് അവിടെ ആ ഗെത്സമനെ തോട്ടത്തില് അതീവ വ്യതയോടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മളത് ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ അത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുന്നുണ്ടെന്ന്. ആ 3 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതിന് ശേഷമുള്ള 4ാമത്തെ സുവിശേഷം ആയതുകൊണ്ട് യോഹന്നാന് പരിശുദ്ധാത്മാവ് അത് വിശദമായിട്ട് എഴുതുവാനുള്ള ഒരു പ്രേരണ നൽകിയതായിട്ട് നമ്മളവിടെ കാണുന്നില്ല. അപ്പൊ നമ്മളിവിടെ ആ തോട്ടത്തിലേക്ക് കർത്താവ്, അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു. നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. മത്തായി 26-ലും 36-ലും മർക്കോസ് 14-ലും 32-ലും ഒക്കെ ആ തോട്ടം ഗെത്സമനെ തോട്ടമാണെന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ യേശുവും ശിഷ്യന്മാരും കടന്നു. പലപ്പോഴും ശിഷ്യന്മാരുമായിട്ട് പോയിരുന്നത് കൊണ്ട് കാണിച്ചു കൊടുത്ത് യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. കർത്താവിന് സമയമായെന്ന് അറിഞ്ഞ് കർത്താവ് വീണ്ടും പോയി. കർത്താവ് ഒളിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല നമ്മളിവിടെ കാണുന്നത്. മറിച്ച് ഇവര് കർത്താവിനെ തേടി വരുമ്പോ അവരെങ്ങനെ തേടി വരുന്നേ? അവര് 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില്, അങ്ങനെ ഇസ്കരിയോത്ത് യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായിട്ട് അവിടെ ചെന്നു. അപ്പൊ അവിടെ ലൈറ്റ്സ് ആൻഡ് ലാന്റേൺസുമായിട്ട് ദീപട്ടി പന്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇരുട്ടത്ത് വലിയ വെളിച്ചമായിട്ട് അവര് വരുന്നത്. എന്തിനാ വെളിച്ചമായിട്ട് വരുന്നേ? ഇനിയിപ്പോ കർത്താവ് ശിഷ്യന്മാരും ഒക്കെ എവിടെയെങ്കിലും പോയി വിളിച്ചാല് അവരെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി വലിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതും പന്തങ്ങളും ആയുധങ്ങളും ആയിട്ട്. ഇനിയിപ്പോ ശിഷ്യന്മാരെല്ലാം കൂടെ എന്തെങ്കിലുമൊക്കെ ചെറുക്കാനൊക്കെ നോക്കിയാല് വലിയ ആയുധങ്ങളുമായിട്ടൊക്കെ ഇവര് വരുന്നത്. അതും പട്ടാളത്ത് എന്ന് പറയുമ്പോൾ റോമൻ കോഹോട്ട്. ഇവിടെ ആ റോമൻ കോഹോട്ട് എന്ന് പറഞ്ഞാല് ആ കോഹോട്ട് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങള് പറയുന്നുണ്ട്. 100ഓളം സൈനികര്, ചിലപ്പോൾ 500ഓളം സൈനികര്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 600ഓളം സൈനികരൊക്കെ അടങ്ങുന്ന വലിയൊരു പട്ടാള നിര. അത്രയും വലിയ, ഇപ്പൊ കർത്താവിനെ പിടിക്കാൻ വേണ്ടി കർത്താവ് പറയും, നിങ്ങൾ ആരെയും പിടിക്കാൻ വേണ്ടി എന്നെയാണോ, അല്ലെങ്കിൽ എന്നെ അങ്ങ് പിടിച്ചു, ഇവരെ അങ്ങ് വെറുതെ വിട്ടായിരുന്നു. കർത്താവ് വളരെ ലാഘവത്തോടെ പറയും. എന്നാ അവര് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ അവര് റോമൻ ഗവൺമെന്റിനോട് ചേർന്ന് അവര് കർത്താവിനെ എങ്ങനെയെങ്കിലും കുരുക്കണം. ഇനിയിപ്പം ബാക്കി ആൾക്കാരെല്ലാം കൂടെ പകൽ സമയത്ത് എങ്ങനെ കർത്താവിനെ പിടിക്കാൻ നോക്കിയാൽ പുരുഷാരമൊക്കെ ചിലപ്പോൾ ഇളകും. അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ ആരും കാണാതെ വന്ന് കർത്താവിനെ പിടിച്ച് വേണ്ടവണ്ണം ഒരു ട്രയൽ, ഒരു വിസ്താരമൊന്നും നൽകാതെ കർത്താവിനെ അങ്ങ് ക്രോസ് വിസ്താരത്തിന് വിധിക്കാനായിട്ടുള്ള ഭയങ്കര ഒരു തിടുക്കം കൂട്ടുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അവര് തിടുക്കം കൂട്ടുന്നതല്ല, ദൈവത്തിന്റെ പരമാധികാരത്തില് പെസഹ കുഞ്ഞാടായിട്ട് പെസഹ ദിനത്തിൽ തന്നെ കർത്താവ് അർക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ദൈവത്തിന് മുൻനിർണയ പ്രകാരം അവര് സാത്താൻ ഇവിടെ കൊമ്പ് ഓർക്കുന്നു എന്ന ദൈവത്തിന്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് എതിരായിട്ടുള്ള ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മളെ കുറിച്ച് പല കാര്യങ്ങളൊക്കെ നമുക്ക് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കൂ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനോ കുരുക്കാനോ ഒക്കെ നോക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ നമുക്ക് ശത്രുക്കളായിട്ടുള്ളവർ ചെയ്താൽ പോലും ദൈവത്തിന്റെ പരമാധികാരത്തിൽ അതിൻ്റെതായ ഒരു സമയത്ത് മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ദൈവത്തിന് അറിവ് അനുവാദം കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പൊ അതായത് അവര് വലിയ പട്ടാളത്തെയൊക്കെ കൊണ്ടുവന്ന്
മഹാപുരോഹിതന്മാര് പരീശന്മാരും അയച്ച ചേവകരെയും കൂട്ടിക്കൊണ്ട് ദീപട്ടി പന്തങ്ങളും ആയുധങ്ങളുമായിട്ട് വന്നപ്പം യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് അവരോട് ചോദിക്കുക, നിങ്ങൾ ആരെ തിരയുന്നു എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആരെ തിരയുന്നു ചോദിക്കുമ്പം അവർ പറയുന്നത് നസ്രായനായ യേശുവിനെ, കർത്താവ് എന്ന് അറിയപ്പെടുന്നത് നസ്രായനായ യേശു എന്നുള്ളൊരു വാക്കാണ്. ആ ജീസസ് ഓഫ് നാസറേത്ത്, അല്ലാതെ വലിയൊരു റബ്ബി ആയിട്ടോ വലിയൊരു ഗുരുവായിട്ടോ ഒന്നുമല്ല, യേശു നസ്രായന യേശു. അതിനകത്ത് തന്നെ ഒരു നിന്ദയുണ്ട് ആ നസ്രായന യേശു എന്ന് പറയുമ്പോൾ. നസ്രേത്ത് എന്ന് പറയുന്ന ഒരു നന്മയെങ്കിലും വരുമോ എന്ന് നഥാനിയേൽ വരെ ചോദിച്ച ഒരു പട്ടണമായിരുന്നു, ഒരു സിറ്റി ആയിരുന്നു നസ്രേത്ത് എന്ന് പറഞ്ഞൊരു സിറ്റിയെ കുറിച്ച് നമ്മളത് യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന് അവസാനം നഥാനിയേൽ ചോദിക്കുന്നുണ്ട്, ആ നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പൊ ആ നസ്രത്തിൽ നിന്ന് വന്ന ഒരാളെന്ന് പറയുമ്പോൾ ഇപ്പൊ ആരോ പറഞ്ഞതില് ഇപ്പൊ യേശുവിന് വേണമെങ്കിൽ യെരുസലേമിൽ അങ്ങ് വളർന്നുകൂടായിരുന്നു. കർത്താവ് നസ്രത്തിൽ വളർന്നുകൊണ്ടാണ് നസ്രായന യേശു. അപ്പൊ ജീസസ് ഓഫ് ജെറുസലേം എന്ന് പറയുമ്പോൾ ഒരു പ്രാസമൊക്കെ ഉണ്ട്, അപ്പൊ കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് പറയാൻ യെരുസലേമിലെ യേശു എന്നൊക്കെ പറയാൻ. എന്നാൽ കർത്താവ് നസ്രായന യേശു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നിന്ദയുണ്ട്. നസ്രേത്തോ, ആ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറയത്തൊക്കെ വേണ്ട. അപ്പൊ അതുപോലെ നമ്മൾ വിചാരിക്കുന്ന ദൈവത്തിന് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കർത്താവിന് ജനിക്കാമായിരുന്നു, എവിടെ വേണമെങ്കിലും കർത്താവിന് വളരാമായിരുന്നു. കർത്താവിന്റെ മുൻനിർണയ പ്രകാരം ദൈവം പല കാര്യങ്ങളും ഏറ്റവും ലോലിയായിട്ടുള്ള, ഏറ്റവും താഴേക്കിടയിലുള്ള, ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള, ഏറ്റവും കർത്താവ് ജനിക്കുന്നത് തന്നെ കാലിത്തൊഴുത്തില്ല. അപ്പൊ അതുപോലെയുള്ള പല കാര്യങ്ങളും കർത്താവ് തെരഞ്ഞെടുത്തു. അത് എന്തിനു വേണ്ടിയാ? ഏറ്റവും താഴെയുള്ള മനുഷ്യരെ കൂടെ ഉദ്ധരിച്ച് അവരെയും കൂടെ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് എല്ലാവർക്കും താഴേക്ക് വന്നതായിട്ടുള്ള ഒരു മാതൃക നമ്മളിവിടെ കാണുന്നത്. കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മളും കർത്താവിനെ ശുശ്രൂഷിക്കുന്നു എന്ന് പറയുന്നത് നമുക്കും വേറെ വഴിയൊന്നുമില്ല. നമ്മളും ദൈവമുമ്പാകെ സീറോ ആയിട്ട് പല നിന്ദാപരമായിട്ടുള്ള പല പേരുകളോ പല അതുപോലെയുള്ള അതുപോലൊക്കെയുള്ള പല അഭിസംബോധനകളോ കാര്യങ്ങളോ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ നസ്രായന യേശു എന്ന് പറയുമ്പോൾ കർത്താവ് എന്താ അവിടെ പറയുന്നത്? യോഹന്നാൻ 18-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നത് ഞാൻ തന്നെ ഐ ആം ഹി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞു. അത് ഇവിടെ ഐ ആം ഹി എന്നില്ല, ഐ ആമിനേ ഉള്ളൂ ഒറിജിനലില്. ആ ഐ ആം എന്നുള്ള പദം അത് ഈഗോ എമി എന്നുള്ളൊരു പദമാണ്. അപ്പൊ ആ ഈഗോ എമി എന്നുള്ള പദം ഗ്രീക്ക് ബൈബിളിൽ അത് യഹോവയെ ദൈവത്തെ കുറിക്കുന്ന പദം തന്നെ. നമ്മള് എക്സഡസ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അവിടെ യേശു ജീവിച്ചിരുന്ന സമയത്ത് തന്നെ എബ്രായ ബൈബിള് ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രീക്ക് ബൈബിളിലും യഹോവയെ ദൈവത്തെ കുറിക്കുന്ന ഒരു അയാം ഹു അയാം നമ്മളെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം മോശയൊക്കെ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ് ഇസ്രായേൽ മക്കൾ എന്നോട് ചോദിക്കുവാണ്, ആരാണ് നിന്നെ അയച്ചതെന്ന് ചോദിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തില് അതിന്റെ 13-14 വാക്യങ്ങളില് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 13-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ, അവര് ഇസ്രായേൽ മക്കൾ ചോദിക്കും, നിന്നെ ആരാ അയച്ചേ? ഞാൻ നിങ്ങളെ റിഡീം ചെയ്യാൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടി വരുവാന്നൊക്കെ മോശ വലിയ കാര്യത്തെ പറയുക. അപ്പം ആരാ നിന്നെ അയച്ചെന്ന് ചോദിക്കുവാണെങ്കിൽ എന്താ ദൈവത്തിന്റെ പേരെന്താ പറയണ്ടേ? 14-ാമത്തെ വാക്യത്തിൽ അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, അയാം ഹു അയാം, അതാണ് ദൈവത്തിന്റെ പേര്. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. അയാം ഹാസ് സെൻഡ് മീ ടു യു. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ആ ഞാനാകുന്നു എന്നുള്ളത് എന്താ? ഈഗോ എമി എന്നുള്ളൊരു ഗ്രീക്ക് പദവാ. കർത്താവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സെപ്റ്റുവാജുവന്റ് എന്ന് പറഞ്ഞൊരു ബൈബിൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 70ഓളം പണ്ഡിതന്മാര് എബ്രായ പഴയ നിയമം ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് യഹോവയെ ദൈവത്തിന് അയാം ഹു അയാം എന്നുള്ളതിന്റെ പദമുണ്ട് ഈഗോ എമി. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഈഗോ എമി എന്നാണ് കർത്താവ് ഞാൻ ചില ഈ പോർഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുമായിരുന്നു. അപ്പം കർത്താവിന്റെ ജീവിതത്തിലുടനീളം ഏറ്റവും കർത്താവ് ഏറ്റവും താഴേക്കിടയിലുള്ള കർത്താവിന്റെ ആ ഒരു താഴ്മയും കർത്താവ് താഴേക്ക് പോകുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തില് അതീന്ദ്രിയമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചേർന്ന് വരുന്നത് കാണുന്നുണ്ട്. അതിന്റെ ഉദാഹരണമായിട്ട് കർത്താവ് കാലിത്തൊഴുത്തിലാ ജനിച്ചേ.
എന്ന് കർത്താവിനെ സ്തുതി പാടാൻ വേണ്ടി മാലാഖമാരുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും നിന്ദ്യമായിട്ടുള്ള, ഏറ്റവും സാധാരണക്കാരനെ പോലെ കർത്താവ് തന്നെ ഏറ്റവും താഴ്ത്തി. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവത്തിന് അധികാരത്തെ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. അപ്പം കർത്താവ് കാലത്തൊഴുതി ജനിച്ചു. ദൂതന്മാര് സ്തുതിഗീതം പാടാൻ മാലാഖമാര്, ദൂതന്മാരുണ്ടായിരുന്നു. കർത്താവ് അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ അവരെ അന്ന് ജ്ഞാനികളെ വഴി നടത്തിയ കാര്യങ്ങളും, പിന്നീട് കർത്താവ് നമ്മള് യോഹന്നാൻ 11 അധ്യായത്തില് ലാസറസിന്റെ കല്ലറയിലെ കർത്താവ് കരയുന്നു. എന്നാൽ അതേ കരഞ്ഞ കർത്താവ് തന്നെ പിന്നെ ലാസറസിനെ, കർത്താവ് ഒരു മനുഷ്യൻ എന്ന വണ്ണം അവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് കരയുന്നു, വിലപിക്കുന്നു. ജീസസ് വെപ്റ്റ്. എന്നാൽ അതേ കർത്താവ് തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ആ മരിച്ച നാലാം നാള് നാറ്റം വെച്ച് ലാസറസിനെ കർത്താവ് ഉയർപ്പിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ പിന്നെ വേറെ ഇപ്പൊ കർത്താവ് ക്രൂസില് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ഒരു മരണം ചൂസ് ചെയ്യുന്നു. എന്നാൽ അതേ കർത്താവ് തന്നെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ഇവിടെ കർത്താവ് ഒരു നിസ്സഹായൻ എന്ന വണ്ണം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ ഈ റോമൻ പട്ടാളം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ പട്ടാളം വന്ന് ഒരു ഇന്ത്യക്കാരനെ വന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നിരിക്കട്ടെ. അപ്പൊ എത്ര വലിയൊരു ഒരു സാഹസാത്മകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അല്ലെങ്കിൽ വലിയ പോലീസുകാർ തന്നെ വന്ന് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ നോക്കും. ഇങ്ങനെ എല്ലാവരും വാതിലും ജനലും ഒക്കെ തുറന്ന് പോലീസ് ജീപ്പ് അങ്ങോട്ട് പോയി ഒരു വീട്ടിന് മുമ്പിൽ വന്ന് ആരെങ്കിലും പിടിച്ചിറക്കി അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പൊ അതുപോലെ ഇതാണെങ്കിൽ കുറച്ചു പേരൊന്നുമില്ല, നൂറുകണക്കിന് പട്ടാളക്കാരെല്ലാവരും കൂടെ വരുവാണ്. പക്ഷെ ഇവരെല്ലാം കൂടെ താഴെ പറഞ്ഞിടിച്ച് വീണെന്ന് നമ്മൾ വായിക്കുന്നത്. അത് നമ്മള് 18-ാം അധ്യായത്തില് അത് നമ്മള് അതിന്റെ അഞ്ചാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. നസ്രായനെ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ, അതായത് ഞാനാകുന്നു എന്ന കർത്താവ് ഉത്തരം പറയാം. അയാം എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ ഒരു 12-7 അയാം സ്റ്റേറ്റ്മെന്റ്സ് വ്യക്തമായിട്ടും വ്യംഗ്യമായിട്ട്, പിന്നീട് ഒരു 5 അയാം സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു അയാം സ്റ്റേറ്റ്മെന്റ് ഞാനാകുന്നു എന്നുള്ള ആ ഒരു കർത്താവിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈഗോ എമി എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയ അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. അപ്പൊ ആ കർത്താവിന്റെ ഒരു ആത്മീയ അധികാരത്തിന്റെ, കർത്താവിന്റെ ആ ഒരു ദൈവത്വത്തിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് അവിടെ അവർക്ക് വെളിപ്പെട്ടു. അവരെല്ലാം കൂടെ നിലത്തടിച്ച് മറിഞ്ഞടിച്ച് വീണു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതുപോലെ ഇന്ന് യേശുവിന്റെ പേരും പറഞ്ഞ് ഒത്തിരി പേര് ആൾക്കാരെ നിലത്തടിച്ച് വീഴ്ത്താൻ വേണ്ടിയൊക്കെ ആളെ ഊതി വീഴ്ത്തുകയൊക്കെ ചെയ്യുന്ന വ്യാജമായിട്ടുള്ള ഒത്തിരി പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരെ ഊതി വീഴ്ത്തുകയൊക്കെ ചെയ്യുന്ന വ്യാജമായിട്ടുള്ള ചില തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഒത്തിരി കള്ള സുവിശേഷകന്മാരും അതുപോലുള്ള വ്യാജമായിട്ടുള്ള പല ദ്രവ്യദാസന്മാര് ഒക്കെ ഇറങ്ങിയിട്ടുള്ളതായിട്ട് നമുക്കറിയാം. പക്ഷെ ഇവിടെ കർത്താവിന്റെ ശിഷ്യന്മാരല്ല വീടിനെ, മറിച്ച് റോമൻ പട്ടാളക്കാരും ഈ വന്ന അവിടെ ടെമ്പിൾ സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള സേവകന്മാരും അവരൊക്കെയാ വീഴുന്നത്. അല്ലാതെ അപ്പൊ ആ കർത്താവിന്റെ ആ വലിയൊരു അധികാരത്തിന്റെ ഒരു ഗ്ലിംസ് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് നമ്മളും റോമൻ പട്ടാളക്കാരെ പോലെ കർത്താവിന് ആന്റി ക്രിസ്ത്യനായിട്ട് എതിരായിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ മറിഞ്ഞടിച്ച് വീഴാനും നമ്മൾ ഇതുപോലുള്ള ക്യൂവിൽ നിന്ന് ഓരോരുത്തർ തള്ളി വീഴ്ത്തും ഉന്തി വീഴ്ത്തും ഒക്കെ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമുക്കും പോയി നിൽക്കേണ്ട ഗതികേട് വരുമെന്ന യഥാർത്ഥത്തിലുള്ള കർത്താവ് ആരെയും വീഴ്ത്തുന്നവനല്ല, മറിച്ച് കർത്താവ് വീണ് കിടക്കുന്നവരെ ഉയർപ്പിക്കുന്നവനാണ്. എന്നാൽ കർത്താവിന് എതിരായിട്ട് വന്ന ആൾക്കാരാണ് കർത്താവിന്റെ ആ അധികാരം കണ്ട് അവർ മറിഞ്ഞടിച്ച് വീണതായിട്ട് നമ്മളവിടെ കാണുന്നത്. ദേ ഫെൽ ടു ദ ഗ്രൗണ്ട്, ദേ ഡ്രൂ ബാക്ക് ആൻഡ് ഫെൽ ടു ദ ഗ്രൗണ്ട്. അതാ അവര് പിൻവാങ്ങി നിലത്ത് വീണു. പിന്നെയും കർത്താവ് ചോദിക്കും, നിങ്ങൾ ആരെ തിരയുന്നു? നിങ്ങളിങ്ങനെ വീണ് കിടന്ന് ഇവിടെ സമയം കളയാതെ എനിക്ക് പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ പിതാവിന്റെ ഹിതത്തില് എനിക്ക് കാര്യങ്ങളെ നിവർത്തിക്കേണ്ടതായിട്ട് നിങ്ങൾ ആരെ തിരയുന്നെന്ന് വീണ്ടും ചോദിച്ചു. കർത്താവ് വീണ്ടും പിന്നെ അവര് പറയുന്നു നസ്രായനെ യേശുവിനെ. പിന്നെയും കർത്താവ് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഒരു മാജിക് വേർഡ് മാതിരി പിന്നെ അവർ നിലത്ത് വീഴുന്നില്ല വായിക്കുന്നത്. ദൈവത്തിന്റെ ആ ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു പരമാധികാരത്തിൽ ആദ്യം അവർ നിലത്ത് വീണു. പിന്നീട് അവര് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്നെ ആകുന്നു തിരിയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഒരു പക്ഷേ അവരങ്ങനെ ആ ഒരു നിലത്ത് വീഴുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ഈ യേശു കർത്താവ് സാധാരണക്കാരനല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ കർത്താവ് വളരെ ആത്മീയ അധികാരത്തോടെ പറയുവാണ്, നിങ്ങള് ഞാനാണെന്ന് പറഞ്ഞല്ലോ. അതിന്റെ 8-ാമത്തെ വാക്യം, ഞാൻ തന്നെ ഇന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരിയുന്നെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് അത്
ഒരു അധികാരത്തോടെ പറയുക. സാധാരണ ഈ പട്ടാളക്കാര് ഇത്രയും വലിയ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നു, അതിന്റെ കൂടെ ഉള്ളവരെയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ കസ്റ്റഡി എടുത്തോട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ് കർത്താവിന്റെ കൂടത്തില് ഈ ബാക്കി 11 പേരെയും കൂടെ അവരങ്ങ് സ്വാഭാവികമായിട്ടും കൊണ്ടുപോകാനായിരിക്കാം ഇവരെല്ലാം കൂടെ കച്ചകെട്ടി വന്നത്. യൂദായ്ക്ക് എന്തായാലും ബാക്കി ശിഷ്യന്മാരെ കുറച്ച് ബാക്കിയുള്ളവരോ പലരോടും കുറച്ച് പിണക്കവും വിരോധവും ഒക്കെ കാണാം. അന്ന് അവന് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതാ, അന്ന് അവരെന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ അവൻ എനിക്ക് പാര വെച്ചതാ, ആ യേശുവിന്റെ ഇടയ്ക്ക് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതല്ലേ. അപ്പൊ ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചായിരിക്കും യൂദ വന്നത്. അപ്പൊ എല്ലാരും കൂടി പിടിച്ചോണ്ട് പോകണമെന്നായിരിക്കും യൂദ ആഗ്രഹിച്ചത്. എന്നാൽ കർത്താവ് ഇവരെ ഇങ്ങനെ വീണ് പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം കർത്താവ് അവരോട് ഇവര് പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ അവരെ അങ്ങ് വെറുതെ വിടാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരമാധികാരത്തില് കർത്താവ് അവിടെ ആ ശിഷ്യന്മാരെ സൂക്ഷിക്കുന്ന ആ ഒരു കർത്താവിന്റെ ആ ഒരു കരുതലാണ് നമ്മൾ അവിടെ കാണുന്നത്. അതാണ് നമ്മൾ അതിന്റെ താഴെ 9ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. കർത്താവ് എവിടെ പറഞ്ഞ വാക്ക്? നമ്മളത് രണ്ടിടത്ത് കർത്താവ് പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്കൊന്ന് വരുവാണെങ്കിൽ അതിന്റെ 39ാമത്തെ വാക്യത്തില് എന്താ, കർത്താവിന് പിതാവ് യേശുവിന് തന്നവരിൽ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 39ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കുന്ന നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അതാ നമ്മളവിടെ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6:39. പിതാവ് യേശുവിന് തന്നിട്ടുള്ളതിൽ ഒന്നും കളയാതെ, അതായത് കർത്താവ് തന്റെ ശുശ്രൂഷയിൽ, കർത്താവ് തന്റെ ആടുകളെ മേയ്ക്കുന്നതിൽ, ആടുകളെ സൂക്ഷിക്കുന്നതിൽ എത്രമാത്രം കർത്താവ് സൂക്ഷ്മതയുള്ളവനായിരുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പൊ നമ്മളുടെ കുഞ്ഞുങ്ങള്, ദൈവം നമ്മൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടായിരിക്കും, ചിലർക്ക് 1 കുഞ്ഞിനെ ആയിരിക്കും, ചിലർക്ക് 2 കുഞ്ഞുങ്ങളെ ആയിരിക്കും. അപ്പൊ അവരെ കുറച്ചു പേരൊക്കെ കർത്താവിനെ പിൻപറ്റുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അവര് തോന്നുമ്പോൾ പിൻപറ്റട്ടെ എന്നുള്ള രീതിയിലാണോ? അതോ മറിച്ച് ദൈവമേ അങ്ങ് എനിക്ക് തന്നിട്ടുള്ള മക്കള് എല്ലാവരും ഒന്നൊഴിയാതെ, അവർ മക്കളാവട്ടെ കൊച്ചുമക്കളാവട്ടെ അവരെല്ലാവരും കർത്താവിനെ പിൻപറ്റണം, ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. കർത്താവെ അവിടുന്ന് യേശുവിനെ ആ ശിഷ്യന്മാരെ അതുപോലെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ കർത്താവെ എനിക്കും, കർത്താവെ നമ്മളുടെ കുഞ്ഞുങ്ങളെ, ഇവ നമുക്ക് തന്നിട്ടുള്ള കൂട്ടു സഹോദരങ്ങളെ, നമ്മുടെ സഭയിലുള്ള കൂട്ടു സഹോദരങ്ങളെ, ശരിയാണ് ചിലര് പിൻവാങ്ങി പോകുന്നവരുണ്ട്. ഇവിടെ തന്നെ യൂദ അങ്ങനെ പോയതായിട്ട്, നാശയോഗ്യനായിട്ടുള്ള യൂദ ഒഴിച്ച് എന്ന് കർത്താവ് പിന്നീട് ഇതിനെ കുറിച്ച് പറയുമ്പം നമ്മൾ യോഹന്നാൻ 6:39 ഇപ്പം കണ്ടു. 17:12 ഇതേ കാര്യം കർത്താവ് പറയുമ്പോൾ അവിടെ യൂദായുടെ ഒരു എക്സെപ്ഷൻ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 17-ാം അധ്യായം, യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തില്, അവരോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ആ നാശയോഗ്യനല്ലാതെ, ആ യൂദ അല്ലാതെ വേറെ ആരും നശിച്ചു പോയിട്ടില്ല, ബാക്കി എല്ലാവരെയും താൻ സൂക്ഷിച്ചു. അപ്പം ഇവിടെ ശിഷ്യന്മാരെയും കൂടെ പിടിച്ചുകൊണ്ട് പോകേണ്ട ഒരു ഇതിലേക്ക് പോകരുത് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് കർത്താവ് ഇവരും പൊയ്ക്കൊള്ളട്ടെ, അതിനായിട്ട് കർത്താവ് പിതാവിന്റെ ആ ഒരു പ്രേരണ പ്രകാരം, കർത്താവിന്റെ ആ ഒരു ആത്മീയാധികാരത്തിൽ അവർ നിലത്ത് വീഴേണ്ട ഒരു അവസ്ഥയ്ക്ക് കർത്താവ് അതിനെ അനുവദിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് കർത്താവ് വളരെ അധികാരത്തോടെ, മാന്യതയോടെ പറയുക, ഡിഗ്നിറ്റിയോടെ പറയുക. എന്താ, നമ്മൾ തിരിച്ച് യോഹന്നാൻ 18:9 വാക്യത്തിൽ നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ, നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാവട്ടെ, നമ്മുടെ കൂട്ടുസൗകര്യങ്ങളെ കുറിച്ചാവട്ടെ, അവരാരും നഷ്ടമായി പോകാതെ കർത്താവ് അവരെല്ലാം അങ്ങ് നിത്യതയിൽ കാണാം, അങ്ങ് എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർട്ടി നമ്മളെല്ലാം, അതായത് കുറച്ചുപേരെയൊക്കെ ഇവിടെ കളഞ്ഞിട്ട് അവിടെ പോയി ക്രിസ്തുവിന്റെ കൂടെ പാർത്താൻ ശരിയാവുന്നില്ല, മറിച്ച് എല്ലാവരും എന്നേക്കും ആയിട്ട് അന്ന് കർത്താവിന്റെ കൂടെ പാർക്കണം. അതിനായിട്ട് കർത്താവെ ഒരാരും നഷ്ടമായി പോയിട്ടില്ല എന്ന് പറഞ്ഞ വാക്കിന് നിവൃത്തി വന്നു എന്നുള്ള കാര്യം നമ്മളോട് വായിക്കുന്നു. അപ്പം പക്ഷെ ഇതെല്ലാം ഇത്രയും കർത്താവ് വലിയ കാര്യത്തെ ഇവരെ ഒന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാതെ കാര്യങ്ങളൊക്കെ അങ്ങ് പോകാൻ വേണ്ടി ഇവരങ്ങ് പൊയ്ക്കൊള്ളട്ടെ, അപ്പൊ ഇവരങ്ങ് പൊയ്ക്കൊള്ളൂ എന്ന് വിചാരിച്ചു. പത്രോസിന് ഇരിക്കപ്രതിയുണ്ട്. പത്രോസ് പെട്ടെന്ന് എന്ത് ചെയ്തു? അതാ നമ്മുടെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, 10ാമത്തെ വാക്യം. ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ ഒരു ശിഷ്യനെ പറയുന്നുള്ളൂ, എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിന് പത്രോസിന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഒരുപക്ഷെ പത്രോസ് തന്നെ യോഹന്നാൻ അപ്പോസ്തലനോട് പറഞ്ഞാണ്, നീ എഴുതുമ്പോൾ എന്റെ പേരും കൂടെ എഴുതിക്കോ, ഞാൻ ഇത്തരക്കാരനാ, ഇങ്ങനെയുള്ള ഒരാളെയാണ് ദൈവം പിന്നെ അപ്പോസ്തലനാക്കിയത്, ബന്ധുപ്രസ്ഥാനിൽ ഇതുപോലെ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ പിന്നെ യോഹന്നാൻ 8-ാം അധ്യായത്തിൽ ശമരിയയിലും, യോഹന്നാൻ 10-ാം അധ്യായത്തില് ജാതികളുടെ ഇടയിൽ കൊർന്നേലിയോസിന്റെ ഭവനം തുടങ്ങി ഇങ്ങനെയുള്ളൊരു പത്രോസിനെ ഉപയോഗിച്ചെന്ന് എല്ലാവരും അറിയട്ടെ.
നാളെ എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞ് പത്രോസ് തന്നെ യോഹന്നാനോട് പറഞ്ഞാണ്, നീ ദൈവം നിന്നോട് ഒരു സുവിശേഷം സുവിശേഷം എഴുതാൻ പറയുമ്പോൾ ഞാനാ അന്ന് ഈ സേവകന്റെ ചെവി വെട്ടി കളഞ്ഞെന്നുള്ള കാര്യം കൂടെ നീ എന്റെ പേര് കൂടെ മെൻഷൻ ചെയ്തോടെ എന്ന് പത്രോസ് പറഞ്ഞാണ്. അപ്പം നമുക്കൊരു ഉത്സാഹമാണ്. പത്രോസ് നമ്മളെപ്പോ ഒരു മനുഷ്യനായിരുന്നു. പത്രോസ് എന്ത് ചെയ്തു? ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ, അപ്പൊ ഈ ശിഷ്യന്മാർ വാളും കൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ അന്ന് ഡിഫൻസിനായിട്ട് വാള് കരുതിക്കൊള്ളാൻ നമ്മള് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അതിന്റെ 36-38 വാക്യങ്ങളിലൊക്കെ ലൂക്കോസിന്റെ സുവിശേഷം 22-ല് നമ്മളിവിടെ കാണുന്നുണ്ട്. ശിഷ്യന്മാരോട് തന്നെ കർത്താവ് വാള് കരുതാനായിട്ട്, കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവ് എന്തിനാ വാള് കരുതാൻ പറയുന്നത്? അത് ഡിഫൻസിന് വേണ്ടി, അതായത് അന്ന് അവരുടെ വഴിയാത്രയിലൊക്കെ കള്ളന്മാരോ കൊള്ളക്കാരോ അങ്ങനെയൊക്കെ ഉള്ളവരും അപ്പം ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അത് പ്രതിരോധിക്കാൻ വേണ്ടി വാളുമായിട്ട് വാള് കരുതിക്കൊള്ളുന്നതിൻ്റെ ഒരു കാര്യം നമ്മളവിടെ ലൂക്കോസിന്റെ സുവിശേഷം 36-ാമത്തെ വാക്യത്തില് നമ്മളത് വായിക്കുന്നുണ്ട്. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനും തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ. അത് കഴിയുമ്പം 38-ാമത്തെ വാക്യത്തിൽ കർത്താവേ ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പം വാൾ ഇങ്ങനെ പ്രയോഗിക്കാനല്ല കർത്താവ് ആഗ്രഹിച്ചത്. എന്നാൽ ശിമോൻ പത്രോസ് വാളെടുത്ത്, നമ്മള് സാക്ബേറിന് കേട്ടിട്ടുള്ളത് പോലെ ശിമോൻ പത്രോസ് മിക്കവാറും ആരെയായിരിക്കും ഉന്നം വെച്ചത്? യുദാസിനെ ആയിരിക്കും ഉന്നം വെച്ചത്. പക്ഷെ ശിമോൻ പത്രോസിന് ഈ മീൻവല വീശിയെ പരിചയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൊണ്ടതാണ് ചെവിയിലാന്ന് ചോദിച്ചാല് മൽക്കസ് എന്ന് പറഞ്ഞൊരു ഒരു മൽക്കോസ് എന്ന പേരൊന്ന് നമ്മൾ തിരിച്ച് യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പം ശിമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഒരു മഹാപുരോഹിതന്റെ ദാസനെ, അവിടെ റോമൻ പട്ടാളവും ഉണ്ട്, മഹാപുരോഹിതന്മാരുടെ ദാസന്മാരും ഉണ്ട്. അതായത് റോമൻ പട്ടാളം എന്ന് പറഞ്ഞാൽ റോമൻ ഗവൺമെന്റിന്റെ, പിന്നെ റോമൻ ഗവൺമെന്റ് അവിടെ ഭരിച്ചിരുന്നേ. എന്നാൽ അവിടെ യഹൂദന്മാരുടെ ഏറ്റവും വലിയ ആളായിട്ട് അന്ന് കരുതപ്പെടുന്ന മഹാപുരോഹിതൻ അന്നാസും കയഫാവ്. അന്നാസായിരുന്നു മഹാപുരോഹിതനായിരുന്നത്. അതിട്ട് അവന്റെ മരുമകനായിട്ടുള്ള കയഫാവിന് ആ സമയത്ത് മഹാപുരോഹിത സ്ഥാനം കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ തുടർന്ന് താഴോട്ട് വായിക്കാൻ പോകുന്നു. അപ്പൊ ആ കയഫാസിന്റെ ദാസനെ വെട്ടി അവന്റെ വലത് കാത് അറുത്ത് കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്ന പേര്. അപ്പൊ കർത്താവ് അത് കഴിഞ്ഞിട്ട് അവന്റെ കാത് ശരിയാക്കുന്ന കാര്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ അത് എടുത്തു പറഞ്ഞപ്പോഴായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചൊന്നുകൂടെ പോവുകയാണെങ്കിൽ അവിടെ ഈ ദാസന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ അതിന് 45 നോക്കട്ടെ, അതായത് 50-ാമത്തെ വാക്യം, ലൂക്കോസ് 22-ന്റെ 50-ാമത്തെ വാക്യത്തില് അവരിൽ ഒരുത്തന്നെ അവിടെ ലൂക്കോസ് പറഞ്ഞിട്ടുള്ളൂ എന്ന് യോഹന്നാൻ ഇവിടെ അത് മറ്റാരുമല്ല പത്രോസ് അച്ചായൻ തന്നെയാണെന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാത് അറുത്തു. അപ്പൊ ഒരാളുടെ വലത്തെ കാത്, ഇപ്പൊ നമ്മൾ വലത് കൈ കൊണ്ട് വീശണമെങ്കിൽ വലത്തെ കാത് ഇറക്കണമെങ്കിൽ ഒരുപക്ഷെ പുറകിൽ നിന്നായിരിക്കും ചിലപ്പോൾ വീശിയതെന്നൊക്കെ പലരും അങ്ങനെ, നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മൾ വലത് കൈ കൊണ്ട് ഇങ്ങനെ വെട്ടാൻ പ്രയാസമല്ലേ, അപ്പൊ പുറകിൽ നിന്നായിരിക്കും ഒരുപക്ഷെ പത്രോസ് വീശിയത്. എങ്ങനെയാണോ എന്തായാലും പത്രോസ് കാര്യം സാധിച്ചു. യുദാസിന്റെ മേലെ കൊണ്ടുവരേണ്ടിയിരുന്നത് എന്തായാലും കാതിലേ കൊണ്ടുള്ളൂ. യുദാസ് മിക്കാനും ചിലപ്പോൾ ഇങ്ങോട്ട് തല മാറ്റിയതുമായിരിക്കും. എന്തായാലും കാര്യം അവിടെ രക്തമൊക്കെ വാർന്നൊഴുകാൻ തുടങ്ങി. കാത് താഴെ വീണു. ഇനിയിപ്പോ അടുത്തുള്ള ENT സർജനെ കൊണ്ട് കാണിക്കുന്ന ഇയർ റീപ്ലേസ്മെന്റ്, ഇയർ റീകൺസ്ട്രക്റ്റീവ് സർജറി ഒക്കെ ചെയ്യണമല്ലോ എന്ന് അവര് വിചാരിക്കാൻ ഇടയില്ല. എന്ന് വെച്ചാൽ അന്ന് ഇതുപോലത്തെ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ തരത്തിലുള്ളതേ കാണുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? തിരിച്ചു ആ ലൂക്കോസ് 22-ന്റെ 51-ാമത്തെ വാക്യം, അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിൻ, സ്റ്റോപ്പ്, നോ മോർ ഓഫ് ദിസ്, ഇങ്ങനല്ല, ഇതല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കിയതായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഹി ടച്ച്ഡ് ഹിസ് ഇയർ ആൻഡ് ഹീൽഡ് ഹിം, കട്ട് ഓഫ് ഹിസ് റൈറ്റ് ഇയർ. കർത്താവ് കാത് തൊട്ട് സൗഖ്യമാക്കിയതായിട്ട് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട്, യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും ചോദിക്കുമോ, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വെടിയുമായിട്ട് പുറപ്പെട്ടു വന്നുവോ? ഞാനങ്ങ് അറസ്റ്റ് ചെയ്യപ്പെടാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരികയല്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും പാടുപെട്ട് ഇത്രയും വലിയ വലിയ പട്ടാളവും വലിയ പടയൊക്കെ ആയിട്ട് എന്നെ വന്ന് അറസ്റ്റ് ചെയ്യാൻ വന്നു എന്നുള്ള കാര്യം കർത്താവ് അവിടെ അവരോട് ആശ്ചര്യത്തോട് ചോദിക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണുന്നുണ്ട്. തിരിച്ച് നമ്മൾ യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 18-ാം അധ്യായത്തിലേക്ക് വരുമ്പം, യോഹന്നാൻ 18-ലേക്ക് വരുമ്പം അവിടെ
കർത്താവ് പറയുന്ന ഒരു വാക്യം അവിടെ ലൂക്കോസിൽ പറയുന്നതിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ അത് ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. യോഹന്നാൻ 18 അധ്യായത്തിന്റെ 11 വാക്യം യേശു പത്രോസിനോട് പറയുക, വാള് ഉറയിലിടുക, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. നമ്മളെ പലപ്പോഴും നമ്മളത് സാഗ്ബറിൽ നിന്ന് കേട്ടിട്ടുള്ളത് നമ്മള് പലപ്പോഴും സഭയിൽ പറയാറുള്ളൊരു കാര്യമാണ്. അവിടെ യൂദാസാണ് ഈ പാനപാത്രം കൊണ്ട് വന്നത് എന്ന അത് ആര് തന്ന പാനപാത്രമായിട്ട് യേശു പറയുന്നത്, പിതാവ് എനിക്ക് തന്ന പാനപാത്രമായിട്ടാണ് തന്നത്. അതായത് പോസ്റ്റ്മാന് ഒരു പോസ്റ്റ് കാർഡ് കൊണ്ടുവരുക, പോസ്റ്റ് കാർഡിനകത്ത് നമ്മളെ ഒരാളെ ഭയങ്കര ചീത്ത വിളിക്കുന്ന ഒരു പോസ്റ്റ് കാർഡാന്നിരിക്കട്ടെ. അപ്പൊ ഈ പോസ്റ്റ് കാർഡ് കൊണ്ടുവരുന്ന പോസ്റ്റ്മാനെ ഈ പോസ്റ്റ് കാർഡ് കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് പറഞ്ഞ പോസ്റ്റ്മാൻ്റെ അടുത്ത് നമ്മൾ മെക്കിട്ട് കയറിയിട്ട് കാര്യമുണ്ട്. ഇത് അയച്ചതാരാ, വേറെ ആരോ അയച്ചത് എന്ന് പറയുന്നത് പോലെ യുദാസാണിത് കൊണ്ടുവന്നത്. പക്ഷെ ആരനുവദിച്ചതാണ്? പിതാവായ ദൈവമാണ് ഇത് അനുവദിച്ചത്. അപ്പൊ അതാണ് നമ്മളിവിടെ യോഹന്നാൻ 18-11 വാക്യത്തില് വലിയൊരു ആത്മീയ പാഠം കർത്താവിന്റെ വാക്കുകളിൽ കർത്താവ് അത്രയും പ്രകോപനപരമായിട്ടുള്ള ആ ഒരു സന്ദർഭത്തിലും കർത്താവ് വളരെ സംയമനത്തോടെ, വളരെ ശാന്തതയോടെ, എത്ര മാന്യതയോടെ കർത്താവ് പത്രോസിനോട് വളരെ കറക്റ്റ് ചെയ്തുകൊണ്ട്, സ്റ്റോപ്പ്, നോ മോർ ഓഫ് ദിസ്, ഇനിയും വേണ്ട, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലെ മരിക്കും. നമ്മളത് വെളിപാട് പുസ്തകം 13 അധ്യായത്തിലൊക്കെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആ വാക്യത്തിലേക്ക് ഒന്ന് പോകണമെങ്കിൽ വെളിപാട് പുസ്തകം 13 അധ്യായത്തിലേക്ക് ഒന്ന് വരുവാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മളറിയാം, പലപ്പോഴും ഈ എന്തിനാ പറയുന്നത്, ഒത്തിരി തോക്കുകളൊക്കെ ഉപയോഗിച്ച് ഒത്തിരി പേരെ കൊലപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ അവസാനം അവരെങ്ങനെ മരിക്കുന്നത് നോക്കുമ്പോൾ അവര് തന്നെ ആരെങ്കിലും തോക്കിന് അടിപ്പെട്ട് അധീനനായിട്ട് മരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ ഒരു പ്രമാണം ഇവിടെ വെളിപാട് പുസ്തകം 13 അധ്യായത്തിന്റെ 10 വാക്യത്തില് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ അവസാന കാലത്തെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ ഒരു വാള് മറ്റുള്ളവരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്, പ്രതിരോധിക്കാനായിട്ട്, നമുക്ക് തടയാനായിട്ട് എന്തെങ്കിലും ഒരു ഉപകരണം വാള് നമുക്ക് ഡിഫെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാൽ മറ്റൊരാളെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടി, മറ്റൊരാളെ കുത്തുവാൻ വേണ്ടിയുള്ള ഒരു വാളായിട്ട് അതല്ല എന്നുള്ളൊരു കാര്യം. ആ ഒരു അക്രമത്തിന്റെ മാർഗമല്ല കർത്താവിന്റെ മാർഗം എന്നുള്ള കാര്യം നമുക്കറിയാം. പിതാവ് എനിക്ക് തന്നിട്ടുള്ള പാനപാത്രം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റി, ഇവരിങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റി. ഇപ്പം തന്നെ കുറച്ചുകൂടെ കഴിയുമ്പം യോഹന്നാനാണ് പത്രോസിനെ ആ മഹാപുരോഹിതന്റെ ആ നടുമുറ്റത്തേക്ക് നയിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം പത്രോസിന് വേണമെങ്കിൽ പറയായിരുന്നു, നീ എന്നെ ആ നടുമുറ്റത്തേക്ക് നയിച്ചുകൊണ്ടാണ് ഞാൻ 3 തവണ തള്ളി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ തള്ളി പറയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് യോഹന്നാനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ പത്രോസിന് യഥാർത്ഥത്തിൽ മാനസാന്തരം ഇല്ലെന്ന് പറയേണ്ടി വരുന്നത്. പത്രോസ് അങ്ങനെ വേറെ ആരെയും കുറ്റപ്പെടുത്തിയില്ല, സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ ആ അടിമ പങ്കുവെച്ച് അവിടെ വന്ന് നിന്നോണ്ട, അല്ലെങ്കിൽ ഇവർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചോണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മളുടെ വീഴ്ചകളെ നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ വേറെ പല വ്യക്തികളെയോ പല സാഹചര്യങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുന്ന ഇത് നമ്മൾക്ക് കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന്, കർത്താവിന്റെ ജീവിതത്തിൽ നമുക്കുള്ളൊരു പാഠം, പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ എന്ന് പറഞ്ഞു. പട്ടാളവും അത് കഴിഞ്ഞിട്ട് അതിന്റെ 12 വാക്യത്തില് പട്ടാളവും സഹസ്രാധിപന്മാരെന്ന് പറഞ്ഞാൽ 1000 പട്ടാളത്തിന് അധിപൻ, അതാ സഹസ്രാധിപന്മാര്, ഓഫ്വേർഡ് ആൻഡ് കമാൻഡ് സഹസ്രാധിപന്മാരും യഹൂദന്മാരുടെ സേവകരും. ഇപ്പം പട്ടാളവും സഹസ്രാധിപന്മാര് റോമൻ ഗവൺമെന്റിന്റെ, ഇനി യഹൂദന്മാരുടെ സേവകര്, ആ ടെമ്പിൾ സെക്യൂരിറ്റി ഗാർഡായിട്ട് ആ യെരുശലേം ദേവാലയത്തിന്റെ ആ യഹൂദന്മാരുടെ സേവകന്മാരായിട്ടുണ്ടായിരുന്ന ആൾക്കാര്, അങ്ങനെയുള്ള സേവകരാണ് കർത്താവിനെ പിടിക്കാൻ വരുന്നതായിട്ടൊക്കെ നമ്മൾ യോഹന്നാൻ 7 അധ്യായത്തിലൊക്കെ വായിക്കുന്നത്. അവര് അതിട്ട് പറയും, ഇവൻ സംസാരിക്കുന്നവർ വേറെ ആരും സംസാരിച്ച് കേട്ടില്ല എന്നൊക്കെ അവിടെ യോഹന്നാൻ 7 അധ്യായത്തിന്റെ 46 വാക്യത്തിലൊക്കെ പറയുന്നത് ഇതുപോലുള്ള സേവകന്മാരാണ്. അപ്പം ആ യഹൂദന്മാരുടെ സേവകരും യേശുവിനെ പിടിച്ചു കെട്ടി. അപ്പം ഇന്ന് തന്നെ ചില VIP ഒക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നമ്മുടെ പത്രത്തിലൊക്കെ കാണുമ്പോൾ അവര് അങ്ങനെ വിലങ്ങൊന്നും എടുത്തൊന്നുമില്ല, VIP. അപ്പൊ അവരിങ്ങനെ ഷാക്കിൾസ് ഒന്നും ചെയ്യാതൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കർത്താവിന് ഒരു ക്രിമിനൽ എന്ന വണ്ണം ഈ കർത്താവ് പിടിച്ചു കിട്ടിയില്ലെങ്കിൽ കർത്താവിന് ഇവരെല്ലാം വീഴ്ത്താനുള്ള ശക്തി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കർത്താവിന് ഇപ്പൊ ഈ പിടിച്ചു കിട്ടിയ ആ കയറോ അതൊക്കെ നിഷ്പ്രയാസം ഭേദിച്ച് ദൈവത്തിന്റെ ശക്തി ഉപയോഗിച്ച് ലിഗ്യവും സൈന്യത്തെയൊക്കെ വരുത്തി കർത്താവിനെ രക്ഷപ്പെടാവുന്നേ ഉള്ളായിരുന്നു. എന്നാൽ കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് ഇരുട്ടിന്റെ അധീനതയ്ക്കുള്ള ഒരു സമയം, ഒരു നാഴികയാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് തന്നെ ക്രൂശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് താൻ ക്രൂശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പിടിച്ചു കിട്ടിയ ഈവൻ
കർത്താവിനെ അവിടെ പിടിച്ചു കിട്ടുകൊണ്ട് പോയി. അതിനുശേഷം പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പം അന്നാസിന്റെ അവിടുന്ന് കയഫാവിന്റെ അടുത്തേക്ക് പോകുമ്പോഴും എല്ലാം കർത്താവിനെ ആ ബന്ധിതനായിട്ട് ആ പിടിച്ചു കെട്ടിയ ആ ബന്ധനം നമ്മളെ വിടുവിക്കാനായിട്ട് കർത്താവ് ബന്ധനസ്ഥനാവാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മളെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം, നമ്മുടെ ആത്മാവിലെ സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് നമ്മൾ ഇന്ന് മനുഷ്യരുടെ പാരമ്പര്യങ്ങൾക്കെതിരെ, മനുഷ്യർക്ക് പാരമ്പര്യങ്ങൾക്കെല്ലാം അതീതമായിട്ട് ബാക്കി ജടിക സുഖങ്ങളെയും പാപസ്വഭാവങ്ങളെയും എല്ലാം ഭേദിച്ച് നമ്മൾ വലിയൊരു സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് കർത്താവ് തന്നെ ബന്ധിക്കാനായിട്ട്, പിടിച്ചു കെട്ടപ്പെടുവാനായിട്ട് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു കർത്താവിന്റെ കുഞ്ഞാടിനെ നമ്മളവിടെ കാണുന്നത്. അവിടെ യാഗമൃഗത്തെ എന്ത് ചെയ്യണം? ആ യാഗപശുവിനെ അൾത്താരയോട് ചേർത്ത് ബന്ധിക്കണമെന്ന് അങ്ങനെ ഒരു വാക്യം നമ്മൾ എവിടെ 118 സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ആ ക്രൂശാകുന്ന അൾത്താരയിലേക്ക് തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളവിടെ അതെ 118 സങ്കീർത്തനത്തില് അതിന്റെ 27 വാക്യത്തില് യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. അപ്പൊ യാഗപശു കയറുകൊണ്ട് കെട്ടിയില്ലെങ്കിൽ യാഗപശു ഓടിപ്പോവും. എന്നാൽ ഇവിടെ യാഗപശുവായിട്ട് കർത്താവ് തന്നെ നമ്മളോടുള്ള ഒരു സ്നേഹത്തിന്റെ ചങ്ങലയായിരുന്നു അത്. സ്നേഹക്കയറുകളാൽ നമ്മളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ കയറ് എന്നായിട്ട് നമുക്കത് കാണാം. അതുപോലെ തന്നെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് തന്നെ ബന്ധിക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു പുത്രന്റെ സമർപ്പണമാണ് നമ്മളവിടെ കാണുന്നത്. എബ്രഹാം ഇസഹാക്കിനെ സമർപ്പിക്കുമ്പോഴും ആ ഇസഹാക്ക് തന്നെ അങ്ങ് യാഗമാക്കാൻ വേണ്ടി എബ്രഹാം അവിടെ ഈ വാളൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് അവനെ അവിടെ കിടത്തി ആ അൾത്താരയോട് ചേർത്ത് ബന്ധിക്കുമ്പോഴൊക്കെ ഇസഹാക്ക് യേശുവിന് പ്രതിരൂപമായിട്ട് ആ ഇസഹാക്കിനെ നമ്മളവിടെ ഉൽപ്പത്തി 22 അധ്യായത്തിൽ കാണുന്ന ഇസഹാക്ക് ആ പിതാവ് തന്നെ ബന്ധിക്കുമ്പം എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഇസഹാക്കിന് അറിയാതിരുന്ന സ്നേഹവാനായ എൻ്റെ പിതാവ് ചെയ്യുന്നതിനെ ഞാൻ അങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഇസഹാക്കിന്റെ മനോഭാവം നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ യേശു കർത്താവ് പിടിച്ചു കിട്ടുവാനായിട്ട് കർത്താവിനൊന്ന് ഇവരെല്ലാം വീഴ്ത്താനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചു കിട്ടുന്നത് തടയാനായിരുന്നു കർത്താവിന് പ്രയാസം. പിന്നീട് കർത്താവിനെ അടിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, അത് മുഖത്തടിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവരെയൊക്കെ നാമാവശേഷമാക്കുവാൻ ഇതിനെല്ലാം ഭേദിച്ച് ക്രൂശ് ഇല്ലാതെ കർത്താവിന് തന്നെ പോകാനൊക്കെ കർത്താവിന് കഴിയുമായിരുന്നു. എന്നാൽ കർത്താവ് എന്നെ ഓർത്തുകൊണ്ട്, നമ്മളെ ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് എൻ്റെ മകൻ, എൻ്റെ മകള് അവര് നിത്യനരകത്തിലേക്ക് പോകാതിരിക്കേണ്ടതിനായിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഈ ക്രൂശാകുന്ന അൾത്താരയിൽ യാഗപശുവായിട്ട് ഞാൻ ബന്ധിക്കപ്പെട്ട് യാഗമായി തീരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് പിടിച്ചു കിട്ടാനായിട്ട് കർത്താവ് തന്റെ കരങ്ങളെ വിരിച്ചു കൊടുത്തു. യേശുവിനെ പിടിച്ചു കിട്ടി. ഒന്നാമത് ഹന്നാവിന്റെ, മലയാളത്തിൽ ഹന്നാവ് എന്ന, ഇംഗ്ലീഷ് അന്നാസ്, ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു. അതിനു മുമ്പ് ഹന്നാവായിരുന്നു മഹാപുരോഹിതൻ. പിന്നെ ഹന്നാവിന്റെ 3 മകന്മാരും ഒക്കെ, ആൺമക്കളൊക്കെ ഇതുപോലെ ഹൈ പ്രീസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. AD 6 മുതൽ 15 വരെയൊക്കെ ഹന്നാവായിരുന്നു യഹൂദന്മാരുടെ മഹാപുരോഹിതൻ എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അതിനുശേഷമാണ് മരുമകനായിട്ടുള്ള ഈ കയ്യഫാവിന്. അപ്പൊ ഈ കയ്യഫാവിന്റെ അടുക്കിലേക്ക് ഹന്നാവും കയ്യഫാവും കർത്താവിനെ ക്രൂശിക്കുവാനുള്ള ഏറ്റവും കൂടുതൽ സാത്താന്യ കുബുദ്ധി ആരിലായിരുന്നു ചോദിച്ചാൽ ഈ ഹന്നാവിലും കയ്യഫാവിലും ഒക്കെ ആയിരുന്നു എന്ന് വേണം പറയാൻ. അവരാണ് ഈ റോമൻ ഗവർണറിനൊന്നും കർത്താവിനൊന്നും ചെയ്യണമെന്ന് പിലാത്തോസിനൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഈ യഹൂദന്മാരുടെ തലവനായിട്ടായിരുന്നു അന്ന് ഹന്നാവും കയ്യഫാവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിലും ഇവനെ എല്ലാവരും കൂടെ പുരുഷാരം പിൻപറ്റുന്നു. അപ്പൊ ഇവനെങ്കിലും വകവെത്തണം എന്ന് പറഞ്ഞ് സാത്താന് അസൂയയോടെ ആരില്ല പ്രധാനമായിട്ട് വ്യാപരിച്ചു വെച്ചാൽ ഈ കയ്യഫാവിലും ഹന്നാവിലും ഒക്കെ ആയിരുന്നു. അപ്പൊ പിന്നീട് ചരിത്രം അവരുടെ മരണത്തെ കുറിച്ചൊക്കെ വളരെ ദാരുണമായ മരണമൊക്കെയാണ് ഹന്നാവിനും കയ്യഫാവിനും ഉള്ളതായിട്ടൊക്കെ ചരിത്രകാരന്മാരൊക്കെ പറയുന്ന ചില രേഖകളൊക്കെ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതുപോലൊക്കെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയൊക്കെ അവരിലേക്ക് വന്നു എന്നുള്ള കാര്യം അവർ മനസ്സാന്തരപ്പെടാത്തത് അതാ നമ്മളിവിടെ വായിക്കുന്നത്. വാളെടുക്കുന്ന വാളാൽ മരിക്കുന്നൊക്കെ ഉള്ള പറഞ്ഞതുപോലെയൊക്കെയുള്ള വലിയ ദാരുണമായിട്ടുള്ള അന്ത്യമായിരുന്നു ഇവർക്കൊക്കെ പിന്നീട് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്തേക്ക് താൻ ക്രൂശിക്കപ്പെടുന്നതിനായിട്ട് മുഖാന്തരമായിട്ട് അവരെയൊക്കെ ദൈവം ഉപയോഗിച്ചു. അതുപോലെ നമ്മൾ 13-ാമത്തെ വാക്യം യോഹന്നാൻ 18:13 അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിയപ്പനായിരുന്നു. കയ്യഫാവും
ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരുടെ ആലോചന പറഞ്ഞവൻ തന്നെ. അതിനെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ 11 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 11 49 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ കയ്യഫാവ് യേശുവിനെ വകവരുത്തണം എന്നുള്ള കാര്യം പറയുമല്ല, അവനൊരു മഹാപുരോഹിതന്റെ സ്ഥാനം ഇരുന്നതുകൊണ്ട് അവൻ തന്നെ അവനറിയാതെ തന്നെ ഒരു പ്രവചനം പറയുന്നതായിട്ടാണ് നമ്മളവിടെ യോഹന്നാൻ 11 49 മുതൽ 51. ചിലപ്പോൾ ചിലരിലൂടെ ദൈവം സംസാരിക്കും. അവരെ ഏറ്റവും തിന്മ നിറഞ്ഞ ആളായിരിക്കും, എന്നാൽ അവരിലൂടെ ചിലപ്പം ദൈവത്തിൻ്റെതായ ചില നിർണയങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ചില കാര്യം നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പ്രവചനം നമ്മൾ വിചാരിക്കും പ്രവചനം ഏറ്റവും ദൈവഭക്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും നല്ല പ്രവചനം പറയുന്നത്. പക്ഷെ ഇവിടെ ദൈവം ബലയാമിന്റെ ഡോങ്കി കഴുതയും ദൈവത്തിന്റെ ആലോചന പറയാൻ ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഈ കയ്യഫാവിനെ ദൈവം ഉപയോഗിക്കുന്നതാ ഇവിടെ യോഹന്നാൻ 11 അധ്യായത്തില് 47 മുതൽ ഞാൻ വായിക്കുക. യോഹന്നാൻ 11 അധ്യായത്തിന് 47 മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യണ്ടു, അതായത് കർത്താവിനെ എങ്ങനെയെങ്കിലും വകവരുത്തണം. യോഹന്നാൻ 11 അധ്യായം ആയപ്പോഴത്തേക്കും മരിച്ചവനെ മരിച്ച 4 നാളായ ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ഇത്രയും വലിയ അത്ഭുതമൊക്കെ നടന്നു. ഇനിയിപ്പം നമ്മൾ പറയുന്നിടത്തൊന്നും നിൽക്കത്തില്ല, എല്ലാവരും കൂടെ, അല്ലെങ്കിൽ തന്നെ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അതും ഇതൊക്കെ കെട്ടുകഥയാന്ന് പറയാം. മരിച്ച 4 നാളായതിനെ ഉയർപ്പിച്ചു. ഇനിയിപ്പം ഇങ്ങനെ നിന്ന് ഇവൻ വേറെ പലരെ ഉയർപ്പിക്കും, ഇനിയും വലിയ അത്ഭുതങ്ങൾ ചെയ്യും. എങ്ങനെയെങ്കിലും ഇവനെ വകവരുത്തണം, എത്രയും പെട്ടെന്ന് കാര്യം നടത്തണം, ഈ പെസഹയ്ക്ക് അപ്പുറം പോയിക്കൂടാ. അപ്പൊ അതെല്ലാം കൂടെ അവര് പറയുന്ന യോഹന്നാൻ 11 അധ്യായത്തിലെ കർത്താവ് ലാസറസിനെ ഉയർപ്പിച്ചതിന് തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നേ. ചിലര് ഈ യഹൂദന്മാരിൽ ചിലർ 46-ാമത്തെ വകയിൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് പറഞ്ഞു. അപ്പൊ ഇത്രയും വലിയ അത്ഭുതം ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പൊ ഇവൻ സത്യമായിട്ട് ദൈവമായിരിക്കും എന്നുള്ളൊരു വെളിപ്പാടിലേക്ക് വരുമല്ല, മറിച്ച് അവരുടെ ഹൃദയത്തെ അവർ കഠിനപ്പെടുത്തുകയോ ചെയ്യുന്നത്. അപ്പൊ മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി നാം എന്ത് ചെയ്യേണ്ടു, ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ, അവനെ ഇങ്ങനെ വിട്ടയച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയും. റോമക്കാരെ ഇതുവരെ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പം സ്ഥലത്തെയും ജനത്തെ അല്ലെങ്കിൽ തന്നെ അവരെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പം ഈ കാര്യം പറഞ്ഞ് അങ്ങ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് അവരെ ഗൂഢാലോചന ചെയ്യുക. എന്നിട്ട് 49-ാമത്തെ വാക്യത്തിൽ അവരിൽ ഒരുത്തൻ, അതാ ഈ കയ്യഫാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവരിൽ ഒരുത്തൻ ആ സമ്മത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി, ഹോൾ നേഷന് വേണ്ടി ഒരു മനുഷ്യൻ വൺ മാൻ ഷുഡ് ഡൈ ഫോർ ദ പീപ്പിൾ. അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ കയ്യഫാവിന്റെ ദുഷ്ടതയിലും ദൈവത്തിന്റെ ഒരു ആലോചന അവനിലൂടെ വന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 51-ാമത്തെ വാക്യത്തിൽ അവനിത് സ്വയമായിട്ട് പറഞ്ഞതല്ല, താൻ ആ സമ്മത്സരത്തെ മഹാപുരോഹിതൻ, അതായത് ആ സമ്മത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിന് വേണ്ടി യേശു മരിക്കുവാനിരിക്കുന്നു എന്ന് പ്രവചിച്ചത് അത്രയും. അപ്പം ചില അധികാര സ്ഥാനങ്ങളിലുള്ള ചിലരൊക്കെ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു, ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു, നമ്മൾ വിചാരിക്കും ഇത് അങ്ങനെയൊക്കെ നടക്കുന്നു. എന്നാൽ ഏറ്റവും ദുഷ്ടനായിട്ടുള്ള ഭരണാധികാരികളെ കൂടെയും ഏറ്റവും ദുഷ്ടരായിട്ടുള്ള ചില അധികാരസ്ഥരിലൂടെയൊക്കെയും ദൈവത്തിൻ്റെതായ ചില നിർണയങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നു. അത് 52-ാമത്തെ ഭാഗത്തിൽ ജനത്തിന് വേണ്ടി മാത്രമല്ല ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായിട്ട് ചേർക്കേണ്ടതിനും തന്നെ എന്നൊക്കെ പറഞ്ഞ് വായിക്കുന്നു. അന്ന് മുതൽ അവരെ കർത്താവിനെ കൊല്ലാനായിട്ട് ആലോചിക്കുന്നത് കർത്താവ് സമയം ആയിട്ടില്ലാത്തതുകൊണ്ട് കർത്താവ് വേറെ പ്രദേശത്തേക്ക് പോയതായിട്ടൊക്കെ എൻ്റെ താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ തിരിച്ച് നമ്മൾ യോഹന്നാൻ 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് നമ്മൾ കയ്യഫാവും ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരുടെ ആലോചന പറഞ്ഞവൻ തന്നെ നമ്മൾ വായിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന ആ ഒരു പത്രോസിന്റെ കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുന്ന ആ കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് പോകാമല്ലോ. നമ്മൾ ഇന്ന് പല കാര്യങ്ങളും നമ്മൾ കണ്ടു. നമ്മൾ യേശു കർത്താവ് ബൈബിളിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചരിത്ര വസ്തുതകൾ ഒക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ തന്നെ ബൈബിളിന്റെ പ്രവചനങ്ങളെ നിവർത്തി വെച്ചുകൊണ്ട് തന്നെ ബൈബിൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനമാണെന്നുള്ളൊരു കാര്യം അതേ ബൈബിൾ തന്നെയാണ് കർത്താവ് പറയുന്നത്. ഞാൻ തന്നെയാണ് വഴി സത്യം ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിലേക്ക്, ആരും പിതാവിന്റെ അടുക്കിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് രക്ഷയ്ക്കായിട്ട് സ്വർഗത്തില് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീതെ യേശുവിന്റെ നാമം അല്ലാതെ വേറൊരു നാമവും നൽകിയിട്ടില്ലെന്നാണ് അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം രക്ഷയ്ക്കായിട്ട് നമുക്ക് പല വഴികളില്ല, മറിച്ച് ഒരേ ഒരു വഴിയേ ഉള്ളൂ, യേശു കർത്താവേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം അത് ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ആ കർത്താവിലേക്ക് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നമ്മളെ തന്നെ കർത്താവേ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് യേശുവിനെ
യേശുവിന് നമ്മുടെ ജീവിതത്തെ അങ്ങ് താഴ്ത്തി കൊടുക്കുമ്പോൾ, കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങ് സ്വീകരിക്കുമ്പോൾ, കർത്താവെ അവിടുന്ന് എൻ്റെ ജീവിതത്തെ മാറ്റണമേ, അവിടുന്ന് എനിക്കൊരു വലിയ സമാധാനവും സന്തോഷവും ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത കർത്താവെ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സ്നേഹം അറിയുവാൻ എന്നെ ഇടയാക്കണമേ, യഥാർത്ഥത്തിലുള്ള സമാധാനം എനിക്ക് തരണമേ എന്നുള്ളൊരു തേങ്ങൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഇപ്പം തന്നെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ ആരെങ്കിലും യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത, നമ്മുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ നമ്മളൊരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കി കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ മീറ്റിംഗിൽ നിന്ന് പുറത്തോട്ട് പോകാൻ. പിന്നെ നമ്മൾ കിദ്രോൻ തോടിന്റെ കാര്യമൊക്കെ കണ്ടു. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലങ്ങളും അതിൻ്റെതായ ചില ചരിത്ര പ്രാധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്തെങ്കിലുമൊക്കെയുള്ള ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ കാര്യങ്ങളോ സങ്കല്പങ്ങളോ ഒന്നുമല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള സ്ഥലങ്ങളും യഥാർത്ഥത്തിലുള്ള ചില ആത്മീയ പ്രാധാന്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആലങ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ നമ്മൾ കിദ്രോൻ തോടിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു. അതിനുശേഷം വലിയ പട്ടാളത്തെയൊക്കെ കൊണ്ടുവരുന്ന യൂദാവിനെയൊക്കെ കണ്ടു. യേശുവിന്റെ ആ ഒരു ആത്മീയാധികാരത്തെ നമ്മൾ കണ്ടു. ഞാനാകുന്നു എന്നുള്ള ആ സർവശക്തനായ ദൈവം താൻ തന്നെയാണെന്നുള്ള ആ ഒരു കാര്യം കർത്താവ് വാക്കും ഭാഷണവും കൂടാതെ വാക്കും ഭാഷണം കൂടാതെ എന്ന് പറയുമ്പോൾ കർത്താവ് ഞാൻ തന്നെ, ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനാകുന്നവൻ എന്നുള്ള കർത്താവ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആ പേര് യേശു കർത്താവ് താൻ തന്നെയാണ് ആ സർവശക്തനായ ദൈവം എന്നുള്ളൊരു കാര്യം. എന്നാൽ നമുക്കായിട്ട് കർത്താവ് ബലഹീനൻ എന്ന വണ്ണം ഏറ്റവും ബലഹീനനായിട്ട് കർത്താവ് തന്നെ ക്രൂസിൽ തന്നെ ആ പിടിച്ചു കിട്ടാൻ വന്നവർക്ക് പിടിച്ചു കിട്ടുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന യേശുവിനെയൊക്കെ നമ്മൾ കണ്ടു. ശിമോൻ പത്രോസിന്റെ വെപ്രാളത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. പിന്നെന്താ, യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള കരുതല് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ മക്കളും കൂട്ട സഹോദരങ്ങളും ഒക്കെ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ശിഷ്യന്മാരെ കുറിച്ചുള്ള കർത്താവിന്റെ കരുതൽ, കർത്താവ് അതുപോലെ അധികാരത്തോടെ കർത്താവിന്റെ അധികാരം അവിടെ വെളിവാകുകയും അതുപോലെ ഇവരെ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടും, പിന്നെ ആ ശിഷ്യന്റെ അത് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങൾ ശരിയായെന്ന് വിചാരിക്കുന്ന സമയത്ത് പത്രോസ് എന്ന് ചെവി വിട്ടുന്നേ. അപ്പം കർത്താവ് ഹീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെ അവർ ആ ദേഷ്യത്തിന്റെ പത്രോസിനെയും കൂടെ പിടിച്ചുകൊണ്ട് പോയി കർത്താവിനെ വിടുകയാണെങ്കിൽ ക്രൂശിച്ചേനെ. എന്നാൽ അത് ദൈവത്തിന്റെ പ്ലാനില്ല, അങ്ങനെ അല്ല. ആ സമയത്തല്ല പത്രോസിന്റെ മരണം നടക്കേണ്ടതെന്നുള്ളത് കൊണ്ട് കർത്താവ് തന്നെ അവിടെ ഇടപെട്ട് തന്നെ പിടിക്കാൻ വന്ന ചേവകന്റെ കാത് വരെ കർത്താവ് എന്താ തന്നെ പിടിക്കാൻ വന്ന തന്നെ പിടിക്കാൻ വന്ന ചേവകന്റെ കാത് തന്നെ കർത്താവ് ഹീൽ ചെയ്യുന്ന കർത്താവിന്റെ ഒരു സ്നേഹം. അവന്റെ പേര് മൽക്കസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ അവന് വിശ്വാസത്തിലേക്ക് വന്നവനായിരിക്കാം. പിന്നീട് അവൻ വിശ്വാസത്തിലേക്ക് വന്നിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എന്ന് വെച്ചാൽ ആദിമ സഭയിലൊക്കെ പലരുടെയും പേര് പിന്നീട് അവര് സഭയിൽ ചേർക്കപ്പെട്ടവരുടെ പേരുകളായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്. അപ്പൊ യോഹന്നാന് AD 90 എഴുതുമ്പോഴും ചെയ്യണമെങ്കിൽ അവൻ പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നവനായിരിക്കാം എന്ന് ഒരുപക്ഷെ വിശ്വാസത്തിലേക്ക് വന്നവനായിരിക്കാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവന്റെ ഇടയ്ക്ക് ചോദിച്ചാല് നീ എങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കർത്താവിനെ പിടിക്കാൻ വേണ്ടി പോയി, കർത്താവിനെ എങ്ങനെങ്കിലും വലിഞ്ഞു കെട്ടി കൊണ്ടുവരാനാണ് ഞാൻ വലിയ കാര്യത്തിൽ പോയത്. പക്ഷെ എന്റെ ചെവിയെല്ലാം രക്തം വാർന്നിരിക്കുന്ന സമയത്ത് ഞാൻ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങിയപ്പം യേശു കർത്താവ്, ഞാൻ ആരെയാണോ അറസ്റ്റ് ചെയ്യാൻ പോയ ആ കർത്താവ് തന്നെയാണ് എന്നെ സുഖമാക്കിയത്, അവനെ തന്നെയാണ് എന്നെ രക്ഷിച്ചതെന്ന് അവൻ പറയും. അപ്പൊ അത് എത്ര വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ആ ഒരു കർത്താവിന്റെ സ്നേഹം തന്നെ ക്രൂശിക്കാൻ വരുന്നവരെയും അവരെയും സൗഖ്യമാക്കുന്ന കർത്താവിന്റെ ഒരു വൃക്ഷം, ഫലങ്ങളുള്ള ഒരു മാവ് എറിയുന്നവർക്കും എന്ത് നൽകുന്നു? ഫലം നൽകുന്നു. കല്ലെടുത്ത് എറിയുമെങ്കിലും മാവ് എന്തോ തിരിച്ച് കല്ലെടുത്ത് എറിയുമല്ല ഉഴുതാൻ തന്റെ മാങ്ങ തന്നെ ഫലം നൽകുന്നത് പോലെ ആ ഒരു കർത്താവിന്റെ സ്നേഹം. നമ്മളും കർത്താവിന്റെ മക്കളായിട്ട് ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾക്കെതിരെയും കല്ലേറും ഉപദ്രവവും പല പരിഹാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോഴും നമ്മൾ തിരിച്ചെന്താ കൊടുക്കണ്ടേ? ആ സ്നേഹമാകുന്ന ഫലമാണ് നമ്മൾ കൊടുക്കേണ്ട. കർത്താവ് അസൗഖ്യമാക്കിയ കർത്താവിന്റെ കാര്യങ്ങളെ നമ്മൾ കണ്ടു. ഇത് മാത്രമല്ല, എല്ലാത്തിലും ഉള്ള പിതാവായ ദൈവത്തിന്റെ പരമാധികാരത്തെ കാണുന്ന ഒരു യേശുവിനെ, യുദാസിനെ അല്ല കണ്ടത്. പത്രോസ് യുദാസിനെ കണ്ടു, പിന്നെ യേശു ആരെ കണ്ടു? പിതാവിനെ കണ്ടു. പിതാവ് തന്ന പാനപാത്രം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടി തന്നെ ബന്ധനസ്ഥനാകുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആ യേശുവിന്റെ സ്നേഹത്തെ നമ്മൾ കാണുന്നുണ്ട്. കയ്യപ്പാവ്, അന്നത്തെ മഹാപുരോഹിതന്മാര് സാത്താനെ ഏറ്റവും
നികൃഷ്ടമായിട്ട് പ്രവർത്തിച്ച രണ്ട് വ്യക്തികളായിരുന്നു ഹന്നാവും കയ്യഫാവും. എന്നാൽ അവരിലൂടെയും ദൈവം പ്രവർത്തിക്കുന്ന ഒരു വിധം, ഏറ്റവും ദുഷ്ടരായിട്ടുള്ളവരിലൂടെ സാത്താന് പ്രവർത്തിക്കുന്നു എന്ന ദൈവത്തിന്റെ പരമാധികാരത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കയ്യഫാവ് നമ്മൾ യോഹന്നാൻ 11:49 നമ്മൾ വായിച്ചതുപോലെ കയ്യഫാവ് പറയുന്ന പല കാര്യം അത് പറഞ്ഞത് പോലും അവൻ സ്വയമായിട്ട് പറഞ്ഞതല്ല. അവൻ മഹാപുരോഹിതനായതുകൊണ്ട് ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അവനിലൂടെ ഉണ്ടായി, അവൻ പ്രവചിച്ചത് അത്രയും എന്ന് ദൈവവചനം അവിടെ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എല്ലാം നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും എല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ളതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ ഇന്ന് ധ്യാനിച്ച വചനഭാഗം നമ്മൾ വീണ്ടും സൗരങ്ങളിൽ കൂടെ നമ്മൾ വീണ്ടും കേൾക്കാൻ പോകുന്ന ആ വചനഭാഗത്തിൽ യേശുവിനെ കണ്ട് ആ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലെ നാഥനും കർത്താവുമായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ കർത്താവിനെ ഓൾറെഡി സമർപ്പിച്ചവരായിരിക്കും നമ്മൾ ഭൂരിപക്ഷം പേരെങ്കിലും ഒരിക്കൽ കൂടെ ഈ നല്ല കർത്താവിനെ, ഈ സർവശക്തനായ ദൈവത്തെ, അയാം ഹു അയാം, ഞാനാകുന്നു എന്ന് പറഞ്ഞ സർവശക്തനായ യേശു കർത്താവിന് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ ആ സ്നേഹം എന്നിലൂടെയും വ്യാപരിക്കട്ടെ. തന്നെ ക്രൂശിക്കാൻ വന്നവരെയും കർത്താവെ സ്നേഹിച്ചവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ യാഗപശുവായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത, കെട്ടപ്പെടുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ യേശു കർത്താവ്, അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ ഹിതത്തിനായിട്ട്, ദൈവത്തിന്റെ പ്ലാനിനായിട്ട്, ദൈവത്തിന്റെ ആലോചനയ്ക്കായിട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സ്വയത്തിൽ പല കാര്യങ്ങളും പല കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ അവിടെ നമ്മുടെ സ്വയത്തിന് മരിച്ച് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കാനും അവിടെ ഈ ഉദാസനെ കാണാതെ പിതാവിനെ കാണുവാനും ആ ഒരു സ്നേഹത്തോടെ, സംയമനത്തോടെ, ദീർഘക്ഷമയോടൊക്കെ കർത്താവിന്റെ ജീവനെ പ്രദർശിപ്പിക്കാനും ഒക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വീട്ടിലായിരിക്കും, നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ നമുക്ക് പ്രകോപനപരമായിട്ട് നമ്മുടെ വൈഫ് പറയുന്നതോ ഹസ്ബൻഡ് പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നതായിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഉറങ്ങിയിട്ടിരിക്കാതെ എന്ത് ചെയ്യണം? നമ്മൾ പെട്ടെന്ന് ദൈവം നമ്മളോട് ആ സമയത്ത് പറയുന്നു എന്നുള്ള ഒരു കാര്യം കേൾക്കാനും കർത്താവെ എങ്ങനെ പ്രതികരിക്കണം ഈ ഒരു സമയത്ത്. വൈഫ് എന്തെങ്കിലും പറയുന്നു, ഹസ്ബൻഡ് എന്തെങ്കിലും പറയുന്നു, മക്കൾ എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ചില വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. അപ്പം നമ്മൾ ജഡത്തിൽ നിന്നുള്ളൊരു പ്രതികരണം ഉണ്ടാകാതെ കർത്താവെ അവിടുത്തെ ഹിതത്തിനായിട്ട്, യേശു പിതാവിന്റെ ഹിതത്തിനായിട്ട് ഓരോ സമയത്തും തന്നെ താഴ്ത്തി ഏൽപ്പിച്ചതുപോലെ അങ്ങനെ ആ പുനരുദ്ധാന ശക്തിയോടെ, ആ ഒരു വലിയ മാന്യതയോടെ കർത്താവ് പ്രവർത്തിച്ചതുപോലെ ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ആ സിറ്റുവേഷനിലും കർത്താവ് എത്ര സമാധാനത്തോടെ, എത്ര മാന്യതയോടെ, ഡിഗ്നിറ്റിയോടെ, എത്ര വലിയ അധികാരത്തോടെ, ആത്മീയ അധികാരത്തോടെ കർത്താവ് പ്രവർത്തിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അതുപോലുള്ള പല എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇനി വരും കാലങ്ങളിലൊക്കെ വരാം. ആ സമയത്തൊക്കെ യേശു കർത്താവിന് അതേ കാൽപ്പാടുകളിൽ, അതേ ചോരപ്പാടുള്ള കാൽപ്പാടുകളിൽ തന്നെ പോകാനും കർത്താവെ അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഓരോ സമയത്തും പ്രതികരിക്കാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ പറയുവാനും, അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ പറയണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കണം. എങ്കിലേ നമുക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ പറയാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുള്ളൂ. അതിനായിട്ട് തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നല്ല നാഥന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്നും ചിന്തിച്ച പല കാര്യങ്ങളൊക്കെ അവിടെ ഗെത്സമനെ പൂവനത്തില് 1-ാമത്തെ സ്റ്റാൻസില് ഗെത്സമനെ പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിഗതയിലായിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു കർത്താവിന്റെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത, തന്നെ കെട്ടപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആ കർത്താവിന്റെ ആ ഒരു സ്നേഹം, ദേവേശ യേശുവര ജീവൻ എനിക്കായിട്ട് കർത്താവ് അവിടുന്ന് വെടിഞ്ഞല്ലോ, എനിക്ക് വേണ്ടിയാണ് കർത്താവ് ജീവൻ വെടിഞ്ഞത്. നമുക്ക് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഒരുപാട് ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു യേശു നല്ലൊരു മനുഷ്യനാ, നല്ലൊരു പുരുഷനാ എന്ന് ഉള്ള അങ്ങനെ ഒരു കേവല വിശ്വാസം നമ്മളെ എവിടെയും കൊണ്ട് എത്തിക്കുകയില്ല. നമ്മളെ കർത്താവിനെ കുറിച്ച് ഒരുപാട് സാഹിത്യകാരന്മാരും ഒരുപാട് ആൾക്കാരും ഒക്കെ ഒരുപാട് വർണ്ണനകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശു എനിക്ക് വേണ്ടിയാ മരിച്ചത് എന്നുള്ള ഒരു കാര്യം ഏറ്റെടുത്ത് കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം നമ്മളെ സമർപ്പിക്കുന്നില്ലെങ്കിൽ, കർത്താവ് അന്ന് അന്നാസിന്റെ അരമനയില് കെട്ടപ്പെടുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ അത് എനിക്ക് വേണ്ടി, എന്നെ അഴിച്ചുവിടാൻ വേണ്ടി, എന്നെ ഈ പാപത്തിന്റെ ബന്ധനം, നിത്യനരകയാതനയിലേക്ക് ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുക, ആ ബന്ധനത്തിൽ നിന്ന് അഴിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് അന്ന് കെട്ടപ്പെടുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് നമ്മളുടെ വ്യക്തിപരമായിട്ട് നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഏറ്റെടുത്ത് നമ്മളുടെ ജീവിത കർത്താവിനായിട്ട് നമ്മൾ സമർപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം പാടുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് വല്ല അർത്ഥവുമില്ല. നമ്മൾ 2-ാമത്തെ സ്റ്റാൻസിൽ പാടുന്നുണ്ട്, അന്നാസിന് അരമനയിലെ മന്നവ നീ വിധിക്കപ്പെട്ടു. ആ അന്നാസിന് അരമനയിലെ കാര്യമൊക്കെയാണ് നമ്മളിപ്പം ഇനി തുടർന്നുള്ള വാക്യങ്ങളിലും ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത്. കന്നങ്ങളിൽ കരങ്ങൾ കൊണ്ട് അവനെ അടിച്ചവര് പരിഹസിച്ചു, പിലാത്തോസും വിലമതിച്ച് വിലയൊക്കെ ഇട്ട് കുരിശേൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് തിരുക്കരങ്ങൾ ആണികൊണ്ട് മരത്തോട് ചേർത്തടിച്ച കാര്യം 5-ാമത്തെ സ്റ്റാൻസിൽ പാടുന്നുണ്ട്.
7ാമത്തെ സ്റ്റാൻസയിൽ നിൻ മരണം കൊണ്ട് എന്റെ വൻ നരകം നീ അകറ്റി, നിൻ മഹത്വം തേടി എന്റെ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. നമ്മളതൊരു പാടിപ്പഴകിയ ഒരു പാട്ടായിട്ടല്ല, ഇന്നൊരു പുതിയ പാട്ടായിട്ട് യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളൊരു കാര്യം ഇന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുവാണെങ്കിൽ എത്ര നന്ദിയോടെ ഞാൻ കർത്താവിനെ നോക്കും. ആ ഒരു നന്ദിയോടെ, ആ ഒരു പുതുമയോടെ, പുതുക്കത്തോടെ കർത്താവിനുള്ള ഒരു ആദ്യ സ്നേഹത്താൽ നിറഞ്ഞ് കർത്താവിനെ നോക്കി നമുക്ക് പാടാം. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. യഥസമനത്തിൽ അധിക ഭാരം വഹിച്ചതില്ല, അതിവ്യഥയിൽ ആയിട്ടും അവരിഷ്ടം നടപ്പതിനനുസരിച്ചോ, അവരിഷ്ടം നടപ്പതിനനുസരിച്ചോ. അന്നാസിൽ അരമനയിൽ മന്നവനി വിധിക്കപ്പെട്ടു, കണ്ണങ്ങളിൽ പരങ്ങൾ കൊണ്ട് മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു, മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. വിലമതിച്ചു കുരിശിച്ചു, തലയിൽ മുള്ള മുടിയും വെച്ചു, പല പല പാടുകൾ ചെയ്തു നിന്നെ, പല പല പാടുകൾ ചെയ്തു നിന്നെ. നിന്നെ പണിയകുല മരം ചുമത്തി തലയോടിട മലമുകളിൽ അണിയില്ലാതെയോ നടത്തി നിന്നെ, അറിവില്ലാതെയോ നടത്തി നിന്നെ. തിരുക്കരങ്ങൾ ആണികൊണ്ട് മരത്തോടു ചേർത്തടിച്ചു, ഇരുവശത്തും കുരിശുകളിൽ ഇരുകള്ളർ നടുവിൽ മരിച്ചു പരാ, ഇരുകള്ളർ നടുവിൽ മരിച്ചു പരാ. കഠിനദാഹം പീഡിതനില കാണിവാങ്ങായോ, ഉടുപ്പും കൂടി തീർത്തു, ഉടമ്പും കുത്തി തുറന്നു രുധിരം ചിന്താ, ഉടുപ്പും കുത്തി തുറന്നു രുധിരം ചിന്താ. മരണം വന്നരം നീയകറ്റി, നിന്മഹത്വം തേടിയില്ലേ, എക്കാലം കഴിപ്പാൻ കൃപ നൽകണമേ, എക്കാലം കഴി
നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചോ. നിത്യജീവൻ കൊടുപ്പാൻ നീ മരിച്ചോ. അതെ, കർത്താവ് ജീവനറ്റ പാപികൾക്ക് നമ്മൾ മൃതരായിരുന്നു, ആത്മീയമായിട്ട് ആത്മാവിൽ മരിച്ചവരായിരുന്നു. എന്നാൽ ആ ജീവനില്ലാതിരുന്ന ജീവനറ്റ അവസ്ഥയിൽ നമുക്ക് ജീവൻ തരാനായിട്ട് കർത്താവ് തന്റെ ജീവരക്തത്തെ ഊറ്റിത്തന്നു. അവസാന തുള്ളി രക്തവും ഒഴുകേണ്ടതിനായിട്ട് കർത്താവ് തന്റെ വിലാപ്പുറം കർത്താവ് നമുക്ക് അടിപ്പിളർന്നു തന്നു. ആ രക്തവും വെള്ളമെല്ലാം ഒഴുകി ആ ജലാംശം, ആ പ്രാണൻ സമ്പൂർണമായിട്ടും, ആ രക്തത്തിലാണ് പ്രാണനുള്ളത്, ആ പ്രാണൻ സമ്പൂർണമായിട്ട് നമുക്ക് വേണ്ടി ആ നല്ല ഇടയൻ പ്രാണനെ വെച്ച് അവിടുന്ന് അവസാന തുള്ളി രക്തവും എനിക്കായിട്ട് ചിന്തി. കർത്താവ് ആ രക്തം ചൊരിഞ്ഞ് എന്നെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ ആയിരിക്കും? എത്ര 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 നിസ്സഹായനായിട്ട്, എത്ര നിരാശനായിട്ട്, ഒരു ലക്ഷ്യമില്ലാതെ ലോകത്തിന് പിന്നാലെയുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. എത്ര ശൂന്യതയിലായിരിക്കും, എത്ര വലിയൊരു ഭാരത്തിലായിരുന്നിരിക്കും. കർത്താവ് ആ യാഗപീഠത്തെങ്കിലേക്ക് യാഗപശു കെട്ടപ്പെടുവാനായിട്ട് കർത്താവ് ആ സേവകന്മാർക്ക് കൈനീട്ടിക്കൊടുത്ത കർത്താവ്, നിങ്ങൾ എന്നെ ബന്ധിച്ചോളൂ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഇതിലൂടെ അവനെ എനിക്ക് വിമുക്തനാക്കണം. എനിക്ക് അവരുടെ എല്ലാ ബന്ധനങ്ങളും, എല്ലാ പിശാചിൻ്റെ ബന്ധനങ്ങളും, പിശാചിൻ്റെ അന്ധകാര ശക്തികളുടെ കൂടോത്രത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ എല്ലാ അന്ധകാരത്തിൻ്റെ ദുർമന്ത്രവാദത്തിൻ്റെയും എല്ലാ ആഭിചാരത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയെല്ലാം, പിശാചിൻ്റെ ബന്ധനങ്ങളെല്ലാം അഴിച്ച് എൻ്റെ മക്കളെ എനിക്ക് വിടുവിക്കണം. അതിനായിട്ട് സേവകന്മാരെ നിങ്ങൾ എന്നെ ബന്ധിച്ചോളൂ എന്ന് പറഞ്ഞ് തൻ്റെ കരങ്ങളെ നീട്ടിക്കൊടുത്ത ആ ഒരു കർത്താവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിലേക്ക് നമ്മളെ നോക്കാം, കർത്താവിൻ്റെ ആ കാൽവരിയിൽ അവിടുന്ന് എനിക്കായിട്ട് കരങ്ങളെ വിരിച്ചു തന്നുവല്ലോ. ആണികൊണ്ട് അവിടെ തറയ്ക്കപ്പെടുവാനായിട്ട്, ആ ആണികൊണ്ട് തറയ്ക്കപ്പെടുന്നിടം വരെയും അനാസിന്റെ അരമനയിൽ നിന്ന് ആ അർദ്ധരാത്രിയിൽ കയ്യഫാവിന്റെ അരമനയിലേക്ക് വീണ്ടും ബന്ധനസ്ഥനായിട്ട് നടന്നുപോയ കർത്താവിന്റെ ആ കരങ്ങളെ അഴിച്ചു കൊടുക്കാനൊന്നും അവർക്ക് മനസ്സ് തോന്നിയില്ല. കർത്താവിനെ വ്യവസ്ഥനാക്കുവാനും പരിഹസിക്കുവാനും, കർത്താവിനെ മുഷ്ടി ഉരുട്ടി കർത്താവിന്റെ മുഖത്തടിക്കുവാനും തുപ്പുവാനും ഒക്കെ കർത്താവ് നിന്നുകൊടുത്തു. അവര് കണ്ണുകെട്ടി പരിഹസിക്കുകയോ ആരാ അടിച്ചെന്ന് പറയുകയോ, അവര് മുൾക്കിരീടം ചാർത്തിയോ, നീ യഹൂദന്മാരുടെ വലിയ രാജാവ് എന്നൊക്കെ എല്ലാം പറഞ്ഞ് കർത്താവ് നമ്മുടെ ആത്മമണവാളനെ യേശുവിനെ കർത്താവിനെ അവരെല്ലാം അതുപോലെ നിന്ദിക്കുവാനായിട്ട്, നമ്മൾ മഹത്വം പ്രാപിക്കേണ്ടതിനായിട്ട്, നമ്മൾ തേജസ് പ്രാപിക്കേണ്ടതിനായിട്ട്, നമുക്ക് വേണ്ടി നിന്ന് ഏൽക്കുവാനായിട്ട് കർത്താവ് നിന്ദാപാത്രനായി തീർന്നു. നിന്ദിത പാത്രരായി മേയുവാന് നായകൻ നമ്മളെ കൈവിടുവോ? കർത്താവ് നിന്നയുടെ ആ പാരമ്യം, അതിൻ്റെ എല്ലാം കയ്പ് നീരും അവസാനം കാടിയും കുടിക്കുവാൻ തക്കവണ്ണം ദാഹിച്ച് കർത്താവ് അവസാനം ആ കാടിവെള്ളവും കുടിക്കാനായിട്ട് കർത്താവ് തന്നെ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. നാം ജീവജലം കുടിക്കേണ്ടതിനായിട്ട് കർത്താവ് കയ്പ് നീര് കുടിച്ചു. ഇത്രയധികം നമ്മളെ സ്നേഹിച്ച ഒരു കർത്താവിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഈ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതോ നമ്മളിന്നും യേശുവിനെന്ന് പറഞ്ഞ് നമ്മൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നവരാണോ? നമ്മൾ ഒരു പേരിനുള്ള ക്രിസ്ത്യാനികളാണോ? പേരിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മനസാക്ഷിത്വം മാറ്റാൻ വേണ്ടി മാത്രം വചനം വായിക്കുന്നവരാണോ? പേരിനായിട്ട് നമ്മൾ യോഗങ്ങളിൽ പോകുന്നവരാണോ? എനിക്ക് വേണ്ടി ഇത്രയെല്ലാം സഹിച്ചവനായിട്ട്, എനിക്ക് വേണ്ടി അതിനേക്കാട്ടിലെല്ലാം ഉപരിയായിട്ട് നിത്യമായിട്ടുള്ള ദൈവത്തിന്റെ ക്രോധാഗ്നി, നരകാഗ്നി എല്ലാം എനിക്ക് വേണ്ടി ഏറ്റെടുത്ത് കർത്താവ് ക്രൂശിൽ മരിച്ചു. പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ട്, ആ ഇരുട്ട് ലേഖനായിട്ട് നമ്മൾ വെളിച്ചത്തിലേക്ക് വരുന്നതിന് വേണ്ടി കർത്താവ് ആ ഇരുട്ട് സഹിച്ചു. നമ്മളെ ജീവകിരീടം നേടേണ്ടതിനായിട്ട് കർത്താവ് ആ മുൾക്കിരീടം ഏറ്റുവാങ്ങി. നമുക്ക് നീതിയുടെ വസ്ത്രം കിട്ടേണ്ടതിന് വേണ്ടി, നമുക്ക് മണവാട്ടി വസ്ത്രം ലഭിക്കേണ്ടതിനായിട്ട് കർത്താവ് വ്യവസ്ഥനായിട്ട് തന്റെ വസ്ത്രത്തെ ചീട്ടിട്ട് കൊടുക്കുവാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് നമുക്ക് സൗഖ്യം വരേണ്ടതിനായിട്ട്, ആത്മാവിലും ദേഹത്തിലും എല്ലാം നമുക്ക് സൗഖ്യം വരേണ്ടതിനായിട്ട് അവൻ മുറിവേറ്റു. അവിടുന്ന് അടിപ്പിണരുകളേറ്റു. അവിടുന്ന് വലിയ ആ ഉഴുവുചാല് പോലെ അവന്റെ പുറം വിണ്ടുപോയി എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ അതുപോലെ രക്തം ഒഴുക്കി കളഞ്ഞു.
ആളല്ലെന്ന് തോന്നുമാറ് അവന് രൂപമായി തീർന്നു എന്ന് യേശയ്യാവ് പറഞ്ഞതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാമായി തീർന്നു. കർത്താവേ, അവിടുത്തെ ആ സ്നേഹത്തെ കാണുവാൻ കർത്താവേ എന്റെ കണ്ണ് തുറക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യർത്ഥമായിട്ടുള്ള മനുഷ്യ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും വ്യർത്ഥമായിട്ടുള്ള പല പാപങ്ങളെയും നമ്മളുടേതായ കയ്പും നമ്മളുടേതായ നീരസവും ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥയും ഒരു പരാതിയും പെറുവെറുപ്പും അസ്വസ്ഥതയും അസൂയയും ആകുല ചിന്തകളും ഒക്കെ നമ്മളെ അലട്ടി, അശുദ്ധിയൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുവാണ്. ഞാൻ നിനക്ക് വേണ്ടിയാണ് എൻ്റെ മോനെ എൻ്റെ മോളെ ബന്ധിതനായി തീർന്നത്. ആ സേവകന്മാർക്ക് ഞാൻ കൈ വിരിച്ചു കൊടുത്തത് നിനക്ക് വേണ്ടിയാണ്, നീ വിടുവിക്കപ്പെടുവാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്ന് വിടുവിക്കപ്പെടാനായിട്ട് കർത്താവിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അയ്യോ നമുക്ക് കഷ്ടം. നമുക്ക് നമ്മെ തന്നെയും സമ്പൂർണ്ണമായിട്ടും കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നോട് കരുണ തോന്നണേ കർത്താവേ, അവിടുന്ന് കർത്താവേ ഞാനാണ് പാപി, എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചത്. ഈ ലോകത്ത് ഭൂമിയിൽ വേറെ ആരും പാപികളായിട്ടില്ലായിരുന്നെങ്കിൽ പോലും അവിടുന്ന് എനിക്ക് വേണ്ടി വന്ന് മരിക്കുമായിരുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ കർത്താവേ, എനിക്ക് വേണ്ടി അവിടുന്ന് നരകം സഹിച്ചുവല്ലോ, അവിടുന്ന് വേണ്ടി എല്ലാമായി തീർന്നല്ലോ കർത്താവേ, നന്ദി കർത്താവേ, നന്ദി. എനിക്ക് വേണ്ടി ആ പാടുകളെല്ലാം പെട്ടല്ലോ, നന്ദി യേശുവേ, നന്ദി. അവിടുത്തെ കർത്താവേ, അവിടത്തേക്കായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവിടുന്ന് കർത്താവേ, ഞാനാണ് പാപി കർത്താവേ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് തന്നെ എൻ്റെ പാപത്തിന്റെ കറകള്, എൻ്റെ എൻ്റെ ഏത് പുണ്യപ്രവൃത്തികളും ഉണ്ടോ, എൻ്റെ എന്തെങ്കിലും കർത്താവേ മതപരമായിട്ടുള്ള ആചാരങ്ങൾ കൊണ്ടൊന്നും എൻ്റെ പാപത്തിന്റെ കറ നീക്കി കളയാൻ ഒക്കത്തില്ല. ഒരു നദിയിൽ ചെന്ന് മുങ്ങിയാലും ആ പാപത്തിന്റെ കറ പോകത്തില്ല. യേശുവിന്റെ രക്തത്തിന് മാത്രമേ ആ പാപക്കറ നീക്കി കളയാനായിട്ട് ഒക്കത്തുള്ളൂ. കർത്താവേ, അവിടുന്ന് കർത്താവെ ആ നരകാഗ്നി സഹിച്ചുകൊണ്ട് കർത്താവെ ആ ദൈവത്തിന് ക്രോധം ഏറ്റുകൊണ്ട് എനിക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നല്ലോ കർത്താവെ, എനിക്ക് വേണ്ടി അവിടുന്ന് രക്തം ചൊരിഞ്ഞല്ലോ. ആ രക്തം കർത്താവെ എന്നെ ഇപ്പൊ തന്നെ ശുദ്ധമാക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് കർത്താവെ ഞാൻ എന്നെ തന്നെ അവിടത്തേക്ക് തരുന്നു കർത്താവെ. അവിടുന്ന് എനിക്ക് വേണ്ടി കർത്താവെ ആ വേദന സഹിച്ചല്ലോ. എന്നോടുള്ള ആ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. എന്നെ വീണ്ടെടുത്തതിനായിട്ട് നന്ദി. ആ വലിയ പ്രത്യാശയാൽ, വലിയ സന്തോഷത്താൽ, വലിയ സമാധാനത്താൽ, വലിയ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ തന്നെ കർത്താവെ, ഞങ്ങളെ തന്നെ ഓരോരുത്തരും കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും മുതൽ കർത്താവ് എല്ലാവരും കർത്താവെ ഞങ്ങളെ അങ്ങേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഏറ്റെടുക്കുന്ന കർത്താവെ. കർത്താവെ ഏത് പ്രായത്തിലുള്ളവരായാലും കർത്താവെ ഏത് സാഹചര്യത്തിലുള്ളവരായാലും കർത്താവെ ഞങ്ങളെ ഈ തരുണത്തിൽ കർത്താവെ ഞങ്ങളൊരു പാപിയാണെന്ന് സമ്മതിച്ച് യേശുവേ അങ്ങ് എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് വിശ്വസിച്ച് കർത്താവെ ഞങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ പ്രത്യാശയാൽ, വലിയ സന്തോഷത്താൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവേ നന്ദി. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചതിനായിട്ട് നന്ദി. അവിടുന്ന് കർത്താവെ ബന്ധിക്കപ്പെടുവാനായിട്ട് അങ്ങേ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിനായിട്ട് നന്ദി. അവിടുത്തെ സ്നേഹത്തിനായിട്ട്, കരുതലിനായിട്ട് നന്ദി. ആ ശിഷ്യന്മാരെ കുറിച്ചുള്ള അവിടുത്തെ കരുതലിനായിട്ട് നന്ദി കർത്താവെ. അവിടുന്ന് കർത്താവെ നന്ദി കർത്താവെ. അവിടത്തേക്ക് എന്തെങ്കിലും ഭവിച്ചാലും കർത്താവ് എനിക്ക് എന്തെങ്കിലും പറ്റിയാലും എൻ്റെ ശിഷ്യന്മാർക്കൊന്നും പറ്റാതെ വണ്ണം അവരെ സൂക്ഷിച്ച കർത്താവിന്റെ സ്നേഹത്തെ ഞങ്ങൾ കണ്ടല്ലോ. കർത്താവ് ക്രൂശിക്കാൻ വരുന്നവരെയും കർത്താവ് അവരുടെ മുറിവും വെച്ച് കിട്ടുന്ന, അവരുടെ മുറിവും സൗഖ്യമാകുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. യുവദാസ് പാനപാത്രം കൊണ്ട് കൊടുക്കുമ്പോഴും പിതാവ് തന്ന പാനപാത്രം എന്ന് പറഞ്ഞ് കർത്താവെ യുവദാസിനെ കുറ്റപ്പെടുത്താതെ സ്നേഹിത എന്ന് വിളിച്ച ആ സ്നേഹത്തെ ഞങ്ങൾ കാണുന്നു കർത്താവെ. അവിടുത്തെ ആ സ്നേഹത്തിന് മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു. ആ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ആ സ്നേഹത്തിന്റെ സൗരഭ്യമുള്ളവരായി തീരുവോ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ കാണുന്നവരാ യേശുവിനെ കാണട്ടെ കർത്താവെ. ആ യേശുവിന്റെ സ്നേഹത്തെ കാണട്ടെ. നന്ദി കർത്താവെ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ആരും കർത്താവെ പിശാചിന്റെ കർത്താവെ ബന്ധനത്താൽ കുരുടാക്കപ്പെട്ടവരായിട്ട് ഇനി ഇരിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും കണ്ണുകളെ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്കായിട്ട് ജീവിക്കാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ തരുന്നു കർത്താവെ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അതിനായിട്ടുള്ള ശക്തിയില്ല എന്നാൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ തന്നെയും സമർപ്പിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. എല്ലാ അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് കർത്താവെ ജനങ്ങളെ, അവിടുത്തെ ജനത്തെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ കാര്യങ്ങളെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ. ഈ ഭവനത്തിനായിട്ട് സ്തോത്രം. ഇവിടെ സ്വസ്ഥതയോടെ കർത്താവെ അവിടുത്തെ വചനത്തെ ധ്യാനിക്കുവാന് കർത്താവെ അവിടെ സഹായിച്ചല്ലോ. ഏത് ഭവനത്തില് വചനം അഗ്നിക്കിരയായോ, ഏത് ഭവനത്തിൽ വചനം ബന്ധിക്കപ്പെട്ടുവോ, ഏത് ഭവനത്തിൽ കർത്താവെ വചനം വായിക്കാൻ പറ്റാതെ കർത്താവെ ഞാൻ ഇറങ്ങിയോ, ഈ ഭവനത്തിൽ തന്നെ കർത്താവെ ഈ ഭവനത്തിലൂടെ തന്നെ ഇന്റർനെറ്റിലൂടെ ലോകത്തിന് പല ഇടങ്ങളിലേക്ക് കർത്താവ് വചനം ഇന്ന് അവിടുന്ന് അയക്കുന്നതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവ്. അവിടുത്തെ പരമാധികാരത്തിനായിട്ട്, അവിടുന്ന് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും മേലായിട്ട് അവിടുന്ന് ആയിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. മനുഷ്യരുടെ ആലോചനകളെല്ലാം വ്യർത്ഥമാക്കി കർത്താവ് അവിടുന്ന് രാജാവായിട്ട് കർത്താവായിട്ടിരിക്കുന്നതോർത്ത് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വം അവിടത്തേക്ക് തരുന്നു കർത്താവെ. അവിടുന്ന് കർത്താവെ എല്ലാവരെയും ഈ ഭവനത്തിലുള്ള എല്ലാവരെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിച്ച് കർത്താവെ അവിടുന്ന് ജനങ്ങളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.